JKR അക്കാഡമിയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ബീറ്റ് ഫോറസ്റ്റ് ഓഫീസറുടെ എല്ലാ ടോപ്പിക്കും ഉൾപ്പെടുത്തിയ ഒരു മോഡൽ എക്സാം ആണ് ഇന്ന് ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കാൻ പോകുന്നത്. ഓരോരുത്തരും പരീക്ഷയ്ക്ക് 6/5/2026 ബീറ്റ് ഫോറസ്റ്റ് ഓഫീസറുടെ പരീക്ഷ നടക്കുന്നത് അല്ലേ. അതിന് വേണ്ടിയിട്ട് തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടിയുള്ള ഒരു മോഡൽ എക്സാം ആണ്. ഓരോരുത്തരും എത്ര മാർക്ക് കിട്ടുന്നുണ്ട് എന്ന് നിങ്ങൾ കമന്റ് ചെയ്യുക. അപ്പോൾ ചെയ്തു നോക്കുക. മോഡൽ എക്സാം ആണ്, മോക്ക് ടെസ്റ്റ് ആണ്. നിങ്ങൾ ചെയ്തിട്ട് ഓരോരുത്തർക്കും ലഭിക്കുന്ന മാർക്കുകൾ നിങ്ങൾ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് മോഡൽ എക്സാമിലേക്ക് കിടക്കാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം. രാജാറാം മോഹൻ റോയ് ബംഗാളി ഭാഷയിൽ ആരംഭിച്ച പത്രം. രാജാറാം മോഹൻ റോയ് ബംഗാളി ഭാഷയിൽ ആരംഭിച്ച പത്രം. ഓപ്ഷൻ എ സ്വദേശി മിത്രം, ഓപ്ഷൻ ബി കേസരി, ഓപ്ഷൻ സി സംവാദ് കൗമുദി, ഓപ്ഷൻ ഡി ന്യൂ ഇന്ത്യ. ഏതാണ് ശരി ഉത്തരം? രാജാറാം മോഹൻ റോയ് ബംഗാളി ഭാഷയിൽ ആരംഭിച്ച പത്രം ഏതാണ്? സംവാദ് കൗമുദിയാണ് കറക്റ്റ് ആൻസർ. സംവാദ് കൗമുദി. അടുത്ത ക്വസ്റ്റ്യൻ. ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ സർവകലാശാല സ്ഥാപിച്ചതാര്? ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ സർവകലാശാല സ്ഥാപിച്ചതാര്? ഓപ്ഷൻ എ ഡോക്ടർ സക്കീർ ഹുസൈൻ, ഓപ്ഷൻ ബി DK കാർവേ, ഓപ്ഷൻ സി MA അൻസാരി, ഓപ്ഷൻ ഡി GG അഗാർക്കർ. ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ സർവകലാശാല സ്ഥാപിച്ചതാര്? ആരാണ്? ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ, DK കാർവേ. അടുത്ത ക്വസ്റ്റ്യൻ. വിഷ്ണു കൃഷ്ണ ചില്ലുങ്കർ നിബന്ധമാല എന്ന കൃതി ഏതു ഭാഷയിലാണ് രചിച്ചത്? വിഷ്ണു കൃഷ്ണ ചിപ്ലുങ്കർ നിബന്ധമാല എന്ന കൃതി ഏത് ഭാഷയിലാണ് രചിച്ചത്? ഓപ്ഷൻ എ ബംഗാളി, ഓപ്ഷൻ ബി മറാത്തി, ഓപ്ഷൻ സി ഉറുദു, ഓപ്ഷൻ ഡി ഹിന്ദി. ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ, മറാത്തി. അടുത്ത ക്വസ്റ്റ്യൻ. ഇന്ത്യൻ സൊസൈറ്റി ഓഫ് ഓറിയന്റൽ ആർട്സിന്റെ സ്ഥാപകൻ. ഇന്ത്യൻ സൊസൈറ്റി ഓഫ് ഓറിയന്റൽ ആർട്സിന്റെ സ്ഥാപകൻ. ഓപ്ഷൻ എ അമൃത ഷേർഗിൽ, ഓപ്ഷൻ ബി നന്ദലാൽ ബോസ്, ഓപ്ഷൻ സി അബനീന്ദ്ര നാഥ ടാഗോർ, ഓപ്ഷൻ ഡി ജ്യോതി ബഹുലെ. ഏതാണ് ശരി ഉത്തരം? ഇന്ത്യൻ സൊസൈറ്റി ഓഫ് ഓറിയന്റൽ ആർട്സിന്റെ സ്ഥാപകൻ ആരാണ്? ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ, അബനീന്ദ്ര നാഥ ടാഗോർ. അടുത്ത ക്വസ്റ്റ്യൻ. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം ഇതുവരെയായി എത്ര തവണ ഭേദഗതി ചെയ്തു? ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം ഇതുവരെയായി എത്ര തവണ ഭേദഗതി ചെയ്തു? ഓപ്ഷൻ എ 1 തവണ, ഓപ്ഷൻ ബി 3 തവണ, ഓപ്ഷൻ സി 2 തവണ, ഓപ്ഷൻ ഡി 4 തവണ. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം ഇതുവരെയായി എത്ര തവണ ഭേദഗതി ചെയ്തു? ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ, 1 തവണ. അടുത്ത ക്വസ്റ്റ്യൻ. ഐക്യ കേരള പ്രതിജ്ഞ എഴുതിയതാര്? ഐക്യ കേരള പ്രതിജ്ഞ എഴുതിയതാര്? ഓപ്ഷൻ എ KP കേശവ മേനോൻ, ഓപ്ഷൻ ബി VR കൃഷ്ണൻ എഴുത്തച്ഛൻ, ഓപ്ഷൻ സി NV കൃഷ്ണ വാര്യർ, ഓപ്ഷൻ ഡി K അയ്യപ്പൻ. ഐക്യ കേരള പ്രതിജ്ഞ എഴുതിയതാര്? ആരാണ്? ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ, NV കൃഷ്ണ വാര്യർ. അടുത്ത ക്വസ്റ്റ്യൻ. മൗലിക കടമകൾ എന്ന ആശയം ഇന്ത്യ ഏതു രാജ്യത്തിന്റെ ഭരണഘടനയിൽ നിന്ന് എടുത്തതാണ്? മൗലിക കടമകൾ എന്ന ആശയം ഇന്ത്യ ഏതു രാജ്യത്തിന്റെ ഭരണഘടനയിൽ നിന്ന് എടുത്തതാണ്? ഓപ്ഷൻ എ ബ്രിട്ടൻ, ഓപ്ഷൻ ബി റഷ്യ, ഓപ്ഷൻ സി അയർലൻഡ്, ഓപ്ഷൻ ഡി കാനഡ. മൗലിക കടമകൾ എന്ന ആശയം ഇന്ത്യ ഏതു രാജ്യത്തിന്റെ ഭരണഘടനയിൽ നിന്ന് എടുത്തതാണ്? ഏതു രാജ്യത്തിന്റെ ഭരണഘടനയിൽ നിന്ന് എടുത്തതാണ്? റഷ്യ. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ, റഷ്യ. അടുത്ത ക്വസ്റ്റ്യൻ. താഴെ പറയുന്നവരിൽ ആരാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റ് അല്ലാത്തത്? താഴെ പറയുന്നവരിൽ ആരാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റ് അല്ലാത്തത്? ഓപ്ഷൻ എ ബാലഗംഗാധര തിലക്, ഓപ്ഷൻ ബി ലാലാ ലജ്പത് റായ്, ഓപ്ഷൻ സി ചിത്തരഞ്ജൻ ദാസ്, ഓപ്ഷൻ ഡി ഗോപാൽ കൃഷ്ണ ഗോഖലെ. താഴെ പറയുന്നവരിൽ ആരാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റ് അല്ലാത്തത്? ആരാണ്? ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ, ബാലഗംഗാധര തിലക്. അടുത്ത ക്വസ്റ്റ്യൻ. തുലാം 10 സമരം എന്നറിയപ്പെടുന്ന സമരം ഏത്? തുലാം 10 സമരം എന്നറിയപ്പെടുന്ന സമരം ഏതാണ്? പുന്നപ്ര വയലാർ സമരം, ഓപ്ഷൻ ബി കല്ലുമാല സമരം, ഓപ്ഷൻ സി ഇലക്ട്രിസിറ്റി സമരം, ഓപ്ഷൻ ഡി കയ്യൂർ സമരം. തുലാം 10 സമരം എന്നറിയപ്പെടുന്ന സമരം ഏത്? ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ, പുന്നപ്ര വയലാർ സമരം. പുന്നപ്ര വയലാർ സമരം. അടുത്ത ക്വസ്റ്റ്യൻ. താഴെ പറയുന്നവയിൽ ഏതാണ് 1806 നടന്നത്? താഴെ പറയുന്നവയിൽ ഏതാണ് 1806 നടന്നത്?
ഓപ്ഷൻ എ സന്യാസി കലാപം, ഓപ്ഷൻ ബി മലബാർ കലാപം, ഓപ്ഷൻ സി വെല്ലൂർ കലാപം, ഓപ്ഷൻ ഡി സിപായി കലാപം. താഴെ പറയുന്നതിൽ ഏതാണ് 1806 നടന്നത്? വെല്ലൂർ കലാപം. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ. ശ്രീനാരായണ ഗുരുവിനെ രണ്ടാം ബുദ്ധൻ എന്ന് വിശേഷിപ്പിച്ചതാര്? ശ്രീനാരായണ ഗുരുവിനെ രണ്ടാം ബുദ്ധൻ എന്ന് വിശേഷിപ്പിച്ചതാര്? ഓപ്ഷൻ എ ജി ശങ്കരക്കുറുപ്പ്, ഓപ്ഷൻ ബി വാക്പടാനന്ദൻ, ഓപ്ഷൻ സി വൈകുണ്ഠ സ്വാമികൾ, ഓപ്ഷൻ ഡി സി കേശവൻ. ശ്രീനാരായണ ഗുരുവിനെ രണ്ടാം ബുദ്ധൻ എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ, ജി ശങ്കരക്കുറുപ്പ്. അടുത്ത ക്വസ്റ്റ്യൻ. വിവേകോദയത്തിന്റെ സ്ഥാപകൻ ആര്? വിവേകോദയത്തിന്റെ സ്ഥാപകൻ ആര്? ഓപ്ഷൻ എ കുമാരനാശാൻ, ഓപ്ഷൻ ബി വള്ളത്തോൾ, ഓപ്ഷൻ സി ശ്രീനാരായണ ഗുരു, ഓപ്ഷൻ ഡി അയ്യങ്കാളി. വിവേകോദയത്തിന്റെ സ്ഥാപകൻ ആരാണ്? ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ, കുമാരനാശാൻ. അടുത്ത ക്വസ്റ്റ്യൻ. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തെ ഇന്ത്യയുടെ രാഷ്ട്രീയ ജാതകം എന്ന് വിശേഷിപ്പിച്ച വ്യക്തി ആര്? ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തെ ഇന്ത്യയുടെ രാഷ്ട്രീയ ജാതകം എന്ന് വിശേഷിപ്പിച്ച വ്യക്തി ആര്? ഓപ്ഷൻ എ കെ എം മുൻഷി, ഓപ്ഷൻ ബി ഡോക്ടർ ബി ആർ അംബേദ്കർ, ഓപ്ഷൻ സി ജവഹർലാൽ നെഹ്റു, ഓപ്ഷൻ ഡി സർദാർ വല്ലഭായ് പട്ടേൽ. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തെ ഇന്ത്യയുടെ രാഷ്ട്രീയ ജാതകം എന്ന് വിശേഷിപ്പിച്ച വ്യക്തി ആരാണ്? ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ, കെ എം മുൻഷി. അടുത്ത ക്വസ്റ്റ്യൻ. 102ാമത്തെ ഭരണഘടനാ ഭേദഗതിയിലൂടെ കൂട്ടിച്ചേർക്കപ്പെട്ട പുതിയ അനുച്ഛേദം. 102ാമത്തെ ഭരണഘടനാ ഭേദഗതിയിലൂടെ കൂട്ടിച്ചേർക്കപ്പെട്ട പുതിയ അനുച്ഛേദം. ഓപ്ഷൻ എ അനുച്ഛേദം 338 ബി, ഓപ്ഷൻ ബി അനുച്ഛേദം 336, ഓപ്ഷൻ സി അനുച്ഛേദം 302, ഓപ്ഷൻ ഡി അനുച്ഛേദം 334 എ. 102ാമത്തെ ഭരണഘടനാ ഭേദഗതിയിലൂടെ കൂട്ടിച്ചേർക്കപ്പെട്ട പുതിയ അനുച്ഛേദം ഏതാണ്? ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ, അനുച്ഛേദം 338 ബി. അടുത്ത ക്വസ്റ്റ്യൻ. 6 മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് നിർബന്ധിതവും സൗജന്യവുമായ വിദ്യാഭ്യാസം ഉറപ്പുവരുത്തുന്ന അനുച്ഛേദം. 6 മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് നിർബന്ധിതവും സൗജന്യവുമായ വിദ്യാഭ്യാസം ഉറപ്പുവരുത്തുന്ന അനുച്ഛേദം. ഓപ്ഷൻ എ അനുച്ഛേദം 4 എ, ഓപ്ഷൻ ബി അനുച്ഛേദം 24, ഓപ്ഷൻ സി അനുച്ഛേദം 21 എ, ഓപ്ഷൻ ഡി അനുച്ഛേദം 21. 6 മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് നിർബന്ധിതവും സൗജന്യവുമായ വിദ്യാഭ്യാസം ഉറപ്പുവരുത്തുന്ന അനുച്ഛേദം ഏതാണ്? ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ, അനുച്ഛേദം 21 എ. 2020 ഓഗസ്റ്റിൽ മഹാത്മാഗാന്ധിയോടുള്ള ആദരസൂചകമായി നാണയം പുറത്തിറക്കിയ രാജ്യം. 2020 ആഗസ്റ്റില് മഹാത്മാഗാന്ധിയോടുള്ള ആദരസൂചകമായി നാണയം പുറത്തിറക്കിയ രാജ്യം. ഓപ്ഷൻ എ യുണൈറ്റഡ് കിങ്ഡം, ഓപ്ഷൻ ബി ജർമ്മനി, ഓപ്ഷൻ സി സൗദി അറേബ്യ, ഓപ്ഷൻ ഡി റഷ്യ. ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ, യുണൈറ്റഡ് കിങ്ഡം. യൂണിയൻ ലിസ്റ്റിന്റെ അധികാര പരിധിയിൽ പെടുന്നത് താഴെ പറയുന്നവയിൽ ഏതാണ്? യൂണിയൻ ലിസ്റ്റിന്റെ അധികാര പരിധിയിൽ പെടുന്നത് താഴെ പറയുന്നതിൽ ഏതാണ്? ഓപ്ഷൻ എ വാർത്താവിനിമയം, ഓപ്ഷൻ ബി ജനസംഖ്യാ നിയന്ത്രണം, ഓപ്ഷൻ സി വിദ്യുശക്തി, ഓപ്ഷൻ ഡി ക്രമസമാധാനം. ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ, വാർത്താവിനിമയം. അടുത്ത ക്വസ്റ്റ്യൻ. തന്നിട്ടുള്ള പ്രസ്താവനകളിൽ 4ാം പഞ്ചവത്സര പദ്ധതിയെ സംബന്ധിച്ച് ശരിയായവ ഏതെല്ലാം? 4 പ്രസ്താവനകൾ തന്നിട്ടുണ്ട്. അതിൻ്റെ അകത്ത് 4ാം പഞ്ചവത്സര പദ്ധതിയെ സംബന്ധിച്ച് ശരിയായവ ഏതെല്ലാം ആണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഒന്നാമത്തേത് 1969-74 കാലഘട്ടത്തിൽ നടപ്പിലാക്കി. രണ്ടാമത്തേത് മഹാനലോബിസ് മാതൃക എന്ന പേരിൽ പ്രസിദ്ധമായി. മൂന്നാമത്തെ ഗാഡ്ഗിൽ മോഡൽ നടപ്പിലാക്കി. നാലാമത്തെ ഇന്ത്യയിലെ പ്രഥമ ബാങ്ക് ദേശസാൽക്കരണം ഈ കാലഘട്ടത്തിൽ നടപ്പിൽ വന്നു. ഓപ്ഷൻ എ 1, 2, 3, ഓപ്ഷൻ ബി 2, 3, 4, ഓപ്ഷൻ സി 1, 3, 4, ഓപ്ഷൻ ഡി 1, 2, 4. ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ, 1, 3, 4. അടുത്ത ക്വസ്റ്റ്യൻ. താഴെ പറയുന്നവയിൽ നീതി ആയോഗിനെ സംബന്ധിച്ച് തെറ്റായ പ്രസ്താവന ഏത്? താഴെ പറയുന്ന 4 പ്രസ്താവനകളിൽ നീതി ആയോഗിനെ സംബന്ധിച്ച് തെറ്റായ പ്രസ്താവന ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ നീതി ആയോഗ് 2015 ജനുവരി 1 രൂപീകരിക്കപ്പെട്ടു. ഓപ്ഷൻ ബി ഇന്ത്യ ഗവൺമെന്റ് പ്രധാന പരിപാടിയായ ചിന്താ സംഭരണിയാണ് നീതി ആയോഗ്.
ഓപ്ഷൻ സി നീതി ആയോഗ് സഹകരണ ഫെഡറലിസത്തെ പ്രോത്സാഹിപ്പിക്കുന്നു. ഓപ്ഷൻ ഡി നീതി ആയോഗ് ഒരു ഭരണഘടനാ സംവിധാനമാണ്. ഏതാണ് തെറ്റായ പ്രസ്താവന? നാലാമത്തേതാണ് തെറ്റായ പ്രസ്താവന. നീതി ആയോഗ് ഒരു ഭരണഘടനാ സംവിധാനമാണ്. അടുത്ത ക്വസ്റ്റ്യൻ. 1971 നടന്ന ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം ഏത് പേരിലാണ് വിശേഷിക്കപ്പെട്ടത്? ഒന്ന് ഓപ്ഷൻ എ ഓപ്പറേഷൻ സെർച്ച് ലൈറ്റ്, ഓപ്ഷൻ ബി ഓപ്പറേഷൻ ചെങ്കിസ് ഖാൻ, ഓപ്ഷൻ സി ഓപ്പറേഷൻ വിജയ്, ഓപ്ഷൻ ഡി ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാർ. ഈ 1971 നടന്ന ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം ഏത് പേരിലാണ് വിശേഷിപ്പിക്കപ്പെട്ടത്? ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ, ഓപ്പറേഷൻ ചെങ്കിസ് ഖാൻ. അത് ക്വസ്റ്റ്യൻ. നമ്മുടെ ജീവിതത്തിൽ നിന്നും പ്രകാശം മറഞ്ഞു പോയിരിക്കുന്നു, എവിടെയും ഇരുട്ടാണ്. ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവിന്റെ ഈ വാക്കുകൾ ഏത് സംഭവത്തെ കുറിച്ചാണ്? ഓപ്ഷൻ എ ഇന്ത്യയുടെ വിഭജനം, ഓപ്ഷൻ ബി ജാലിയൻ വാലാബാഗ് സംഭവം, ഓപ്ഷൻ സി ഇന്ത്യ പാക് യുദ്ധം, ഓപ്ഷൻ ഡി ഗാന്ധിജിയുടെ മരണം. ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ, ഗാന്ധിജിയുടെ മരണം. അടുത്ത ക്വസ്റ്റ്യൻ. സ്വാതന്ത്ര്യാനന്തരം ഇന്ത്യൻ യൂണിയൻ രൂപീകൃതമായപ്പോൾ യൂണിയനിൽ ചേരാൻ വിസമ്മതിച്ച നാട്ടുരാജ്യങ്ങളിൽ പെടാത്തത് ഏത്? ഓപ്ഷൻ എ മൈസൂർ, ഓപ്ഷൻ ബി ഹൈദരാബാദ്, ഓപ്ഷൻ സി കാശ്മീർ, ഓപ്ഷൻ ഡി ജുനഗഡ്. സ്വാതന്ത്ര്യാനന്തരം ഇന്ത്യൻ യൂണിയൻ രൂപീകൃതമായപ്പോൾ യൂണിയനിൽ ചേരാൻ വിസമ്മതിച്ച നാട്ടുരാജ്യങ്ങളിൽ പെടാത്തത് ഏത്? ഏതാണ്? ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ, മൈസൂർ. അടുത്ത ക്വസ്റ്റ്യൻ. 2023 ഒക്ടോബറിൽ നടൻ മമ്മൂട്ടിയോടുള്ള ആദരസൂചകമായി അദ്ദേഹത്തിന്റെ മുഖമുള്ള 10,000 പേഴ്സണലൈസ്ഡ് സ്റ്റാമ്പുകൾ പ്രകാശനം ചെയ്ത രാജ്യം. 2023 ഒക്ടോബറിൽ നടൻ മമ്മൂട്ടിയോടുള്ള ആദരസൂചകമായി അദ്ദേഹത്തിന്റെ മുഖമുള്ള 10,000 പേഴ്സണലൈസ്ഡ് സ്റ്റാമ്പുകൾ പ്രകാശനം ചെയ്ത രാജ്യം. ഓപ്ഷൻ എ സൗദി അറേബ്യ, ഓപ്ഷൻ ബി ഖത്തർ, ഓപ്ഷൻ സി കാനഡ, ഓപ്ഷൻ ഡി ഓസ്ട്രേലിയ. ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ, ഓസ്ട്രേലിയ. 2023 ഒക്ടോബറിൽ നടൻ മമ്മൂട്ടിയോടുള്ള ആദരസൂചകമായി അദ്ദേഹത്തിന്റെ മുഖമുള്ള 10,000 പേഴ്സണലൈസ്ഡ് സ്റ്റാമ്പുകൾ പ്രകാശനം ചെയ്ത രാജ്യം ഓസ്ട്രേലിയ. അടുത്ത ക്വസ്റ്റ്യൻ. ഇന്ത്യയിലെ ഏറ്റവും വലിയ ആഴക്കടൽ തുറമുഖം. ഇന്ത്യയിലെ ഏറ്റവും വലിയ ആഴക്കടൽ തുറമുഖം. ഓപ്ഷൻ എ കൊച്ചി, ഓപ്ഷൻ ബി മുംബൈ, ഓപ്ഷൻ സി വിഴിഞ്ഞം, ഓപ്ഷൻ ഡി വിശാഖപട്ടണം. ഏതാണ് ശരി ഉത്തരം? ഇന്ത്യയിലെ ഏറ്റവും വലിയ ആഴക്കടൽ തുറമുഖം ഏതാണ്? ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ, വിഴിഞ്ഞം. അടുത്ത ക്വസ്റ്റ്യൻ. തന്നിരിക്കുന്ന സംസ്ഥാനങ്ങളില് ഉത്തരപർവ്വത മേഖലയുടെ ഭാഗമല്ലാത്ത സംസ്ഥാനങ്ങൾ ഏതെല്ലാമാണ്? ഓപ്ഷൻ 1 ത്രിപുര, 2 ഉത്തരാഖണ്ഡ്, 3 ഗുജറാത്ത്, 4 സിക്കിം, 5 മധ്യപ്രദേശ്. ഓപ്ഷൻ എ 1, 2 മാത്രം, ഓപ്ഷൻ ബി 2, 4 മാത്രം, ഓപ്ഷൻ സി 3 ആൻഡ് 5 മാത്രം, ഓപ്ഷൻ ഡി 1 ആൻഡ് 4 മാത്രം. തന്നിരിക്കുന്ന സംസ്ഥാനങ്ങളിൽ ഉത്തരപർവ്വത മേഖലയുടെ ഭാഗമല്ലാത്ത സംസ്ഥാനങ്ങൾ ഏതെല്ലാമാണ്? 3ഉം 5ഉം മാത്രം. 3 ഏതാണ്? ഗുജറാത്ത്, 5 ഏതാണ്? മധ്യപ്രദേശ്. ഗുജറാത്തും മധ്യപ്രദേശും മാത്രം. താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ആരവല്ലി പർവ്വതവുമായി ബന്ധമില്ലാത്തത് കണ്ടെത്തുക. താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ആരവല്ലി പർവ്വതവുമായി ബന്ധമില്ലാത്തത് കണ്ടെത്താനാണ് പറഞ്ഞിരിക്കുന്നത്. 4 പ്രസ്താവനകളാണ് താഴെ തന്നിട്ടുള്ളത് അല്ലെ. അതിന്റെ അകത്ത് ആരവല്ലി പർവ്വതവുമായി ബന്ധമില്ലാത്ത പ്രസ്താവന ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ നോക്കാം. ഓപ്ഷൻ എ ഇത് ഇന്ത്യയിലെ ഏറ്റവും പഴക്കമുള്ള പർവ്വതനിരയാണ്. ഓപ്ഷൻ ബി ഈ പർവ്വതനിരയുടെ ഭാഗമാണ് മൗണ്ട് അബു. ഓപ്ഷൻ സി ഈ പർവ്വതനിരയിലെ ഏറ്റവും ഉയർന്ന കൊടുമുടിയാണ് ഗുരു ശിഖർ. ഓപ്ഷൻ ഡി ഡൂൺ താഴ്വരകൾ സ്ഥിതി ചെയ്യുന്നത് ഈ പർവ്വത നിരകളിലാണ്. അപ്പോൾ ഈ 4 പ്രസ്താവനകളിൽ ആരവല്ലി പർവ്വതവുമായി ബന്ധമില്ലാത്തത് ഏതാണെന്ന് കണ്ടെത്താനാണ് പറഞ്ഞിരിക്കുന്നത്. ഏതാണ് ആരവല്ലി പർവ്വതവുമായി ബന്ധമില്ലാത്തത്? ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഏതാണ്? ഓപ്ഷൻ ഡി ആണ് അല്ലെ. ഡൂൺ താഴ്വരകൾ സ്ഥിതി ചെയ്യുന്നത് ഈ പർവ്വത നിരകളിലാണ്. ഇത് ആരവല്ലി പർവ്വതവുമായി ബന്ധമില്ലാത്ത പ്രസ്താവനയാണ്. അടുത്ത ക്വസ്റ്റ്യൻ. ഇന്ത്യയുടെ പടിഞ്ഞാറൻ തീരത്തിൽ ഉൾപ്പെടാത്ത തീര സമതലം കണ്ടെത്തുക. ഇന്ത്യയുടെ പടിഞ്ഞാറൻ തീരത്തിൽ ഉൾപ്പെടാത്ത തീര സമതലം കണ്ടെത്തുക. ഓപ്ഷൻ എ വടക്കൻ സിർക്കാർസ് തീരം, ഓപ്ഷൻ ബി മലബാർ തീരം, ഓപ്ഷൻ സി കൊങ്കൺ തീരം, ഓപ്ഷൻ ഡി ഗുജറാത്ത് തീരം. ഏതാണ് ശരി ഉത്തരം? ഇന്ത്യയുടെ പടിഞ്ഞാറൻ തീരത്തിൽ ഉൾപ്പെടാത്ത തീര സമതലം കണ്ടെത്തുക. ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ, വടക്കൻ സിർക്കാർസ് തീരം. വടക്കൻ സിർക്കാർസ് തീരം. അടുത്ത ക്വസ്റ്റ്യൻ. താഴെ തന്നിരിക്കുന്നതിൽ
ശരിയായ ജോഡി കണ്ടെത്തുക. 4 ജോഡികൾ താഴെ തന്നിട്ടുണ്ട് അല്ലേ? അതിൻ്റെ അകത്ത് ശരിയായ ജോഡി കണ്ടെത്താനാണ് പറഞ്ഞിട്ടുള്ളത്. ഓപ്ഷൻ എ ട്രാൻസ് ഹിമാലയ കാസി കുന്നുകള്, ഓപ്ഷൻ ബി ഉപദ്വീപീയ പീഠഭൂമി ചോട്ടാ നാഗ്പൂർ, ഓപ്ഷൻ സി ഹിമാലയ പൂർവഘട്ടം, ഓപ്ഷൻ ഡി കിഴക്കൻ മലനിരകള് ലഡാക്ക്. ഇവയില് ശരിയായ ജോഡി ഏതാണ്? നിങ്ങൾക്കറിയാവോ ഇതിന്റെ അകത്ത് ശരിയായ ജോഡി ഏതാണ്? നമ്മൾ ഓപ്ഷൻ വായിച്ചു, നിങ്ങൾ പെട്ടെന്ന് കണ്ടെത്തണം കേട്ടോ, പരീക്ഷയ്ക്ക് ഇത്രയും പോലും സമയം കിട്ടില്ല. അപ്പോൾ ശരിയായ ജോഡി ഏതാണ് ഇതിന്റെ അകത്ത്? ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ, ഉപദ്വീപീയ പീഠഭൂമി ചോട്ടാ നാഗ്പൂർ. അടുത്ത ക്വസ്റ്റ്യൻ, 4 ഇന്ത്യൻ സംസ്ഥാനങ്ങളെ വലുപ്പത്തിനനുസരിച്ച് ക്രമീകരിച്ചിരിക്കുന്നു. ശരിയായ ക്രമീകരണം കണ്ടെത്തുക. അപ്പോൾ താഴെ 4 ഓപ്ഷൻ തന്നിട്ടുണ്ട്. അതിനകത്ത് 4 ഇന്ത്യൻ സംസ്ഥാനങ്ങളെ അതിന്റെ വലുപ്പത്തിനനുസരിച്ച് ക്രമീകരിച്ചിരിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അതിന്റെ ശരിയായ ക്രമീകരണം കണ്ടെത്താനാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് ഓപ്ഷൻ നോക്കാം അല്ലെ? ഓപ്ഷൻ എ രാജസ്ഥാൻ, മധ്യപ്രദേശ്, മഹാരാഷ്ട്ര, ഉത്തർപ്രദേശ്. ഓപ്ഷൻ ബി രാജസ്ഥാൻ, മഹാരാഷ്ട്ര, ഉത്തർപ്രദേശ്, മധ്യപ്രദേശ്. ഓപ്ഷൻ സി രാജസ്ഥാൻ, ഉത്തർപ്രദേശ്, മധ്യപ്രദേശ്, മഹാരാഷ്ട്ര. ഓപ്ഷൻ ഡി മധ്യപ്രദേശ്, മഹാരാഷ്ട്ര, രാജസ്ഥാൻ, ഉത്തർപ്രദേശ്. 4 സംസ്ഥാനങ്ങളാണ് കൊടുത്തിട്ടുള്ളത് അല്ലെ? അതിന്റെ വലിപ്പം കൃത്യമായിട്ട് അറിയാമെങ്കിൽ വളരെ എളുപ്പത്തിൽ കണ്ടെത്താൻ സാധിക്കും. ഏതാണ് ശരി ഉത്തരം? പെട്ടെന്ന് ആലോചിച്ച് ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ എ ആണല്ലേ, രാജസ്ഥാൻ. അതിനുശേഷം ഏതാണ്? മധ്യപ്രദേശ്. അതിനുശേഷം മഹാരാഷ്ട്ര. അതിനുശേഷം ഉത്തർപ്രദേശ്. അപ്പോൾ ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, അറ്റോർണിയോ ഗുട്ടറസ് ഇപ്പോൾ വാർത്തകളിൽ ഇടം നേടുന്ന വ്യക്തിയാണ്. ആരാണ് ഇദ്ദേഹം? അറ്റോർണിയോ ഗുട്ടറസ് ഇപ്പോൾ വാർത്തകളിൽ ഇടം നേടുന്ന വ്യക്തിയാണ്. ആരാണ് ഇദ്ദേഹം? ഓപ്ഷൻ നോക്കാം. ഓപ്ഷൻ എ ഇസ്രായേലിന്റെ പ്രസിഡന്റ്, ഓപ്ഷൻ ബി പാലസ്തീന്റെ പ്രസിഡന്റ്, ഓപ്ഷൻ സി UN സെക്രട്ടറി ജനറൽ, ഓപ്ഷൻ ഡി അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി. ആരാണ് ഈ അറ്റോർണിയോ ഗുട്ടറസ്? ഇപ്പോൾ വാർത്തകളിലൊക്കെ ഇടം നേടുന്ന ഒരു വ്യക്തിയാണല്ലേ. ആരാണ് അദ്ദേഹം? UN സെക്രട്ടറി ജനറൽ. UN സെക്രട്ടറി ജനറൽ ആണ് അറ്റോർണിയോ ഗുട്ടറസ്. അടുത്ത ക്വസ്റ്റ്യൻ, പുതിയതായി അധികാരമേറ്റ സംസ്ഥാന മുഖ്യമന്ത്രിമാരുടെ പേരും അവരുടെ സംസ്ഥാനങ്ങളും നൽകിയിരിക്കുന്നു. അതിൽ തെറ്റായത് കണ്ടെത്തുക. പുതിയതായിട്ട് അധികാരമേറ്റ സംസ്ഥാന മുഖ്യമന്ത്രിമാരുടെ പേരും അവരുടെ സ്ഥാനങ്ങളും സംസ്ഥാനങ്ങളും ഒക്കെ നൽകിയിട്ടുണ്ട്. അതിൽ തെറ്റായത് കണ്ടെത്താനാണ് പറഞ്ഞിരിക്കുന്നത്. ഓപ്ഷൻ എ രാജസ്ഥാൻ ഭജൻലാൽ ശർമ്മ, ഓപ്ഷൻ ബി മധ്യപ്രദേശ് മോഹൻ യാദവ്, ഓപ്ഷൻ സി തെലുങ്കാന രേവന്തി റെഡ്ഡി, ഓപ്ഷൻ ഡി ഛത്തീസ്ഗഡ് ഭൂപേഷ് ബാഗൽ. ഏതാണ് ഇതിൽ തെറ്റായത്? ഏതാണ്? പുതുതായിട്ട് അധികാരമേറ്റ സംസ്ഥാന മുഖ്യമന്ത്രിമാരും സംസ്ഥാനങ്ങളും അവരുടെ മുഖ്യമന്ത്രിമാരുടെ പേരുമാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതിനകത്ത് തെറ്റായത് കണ്ടെത്താനാണ് പറഞ്ഞിട്ടുള്ളത്. തെറ്റായത് ഏതാണ്? ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഏതാണ് തെറ്റായിട്ടുള്ളത്? ഓപ്ഷൻ ഡി ആണ് അല്ലെ, ഛത്തീസ്ഗഡ് ഭൂപേഷ് ബാഗൽ. അതാണ് തെറ്റായത്. അടുത്ത ക്വസ്റ്റ്യൻ, ഈ അടുത്ത കാലത്ത് വിനോദസഞ്ചാരം പ്രോത്സാഹിപ്പിക്കുവാൻ ഇന്ത്യ ഉൾപ്പെടെ 33 രാജ്യങ്ങൾക്ക് വിസ ഇളവ് അനുവദിച്ച രാജ്യം ഏതാണ്? ഈ അടുത്ത കാലത്ത് വിനോദസഞ്ചാരം പ്രോത്സാഹിപ്പിക്കുവാൻ ഇന്ത്യ ഉൾപ്പെടെയുള്ള 33 രാജ്യങ്ങൾക്ക് വിസ ഇളവ് അനുവദിച്ച രാജ്യം ഏതാണ്? ഓപ്ഷൻ എ റഷ്യ, ഓപ്ഷൻ ബി ഇറാൻ, ഓപ്ഷൻ സി ഫ്രാൻസ്, ഓപ്ഷൻ ഡി നേപ്പാൾ. ഏത് രാജ്യമാണ് വിസ ഇളവ് അനുവദിച്ചത്? ഏതാണ്? ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ, ഇറാൻ ആണ് അല്ലെ, ഇറാൻ. അടുത്ത ക്വസ്റ്റ്യൻ, 2024 ലോകസഭാ തെരഞ്ഞെടുപ്പിന് ഒപ്പം നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്ന സംസ്ഥാനങ്ങൾ ഏതെല്ലാമാണ്? 2024 ലോകസഭാ തെരഞ്ഞെടുപ്പിനൊപ്പം നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്ന സംസ്ഥാനങ്ങൾ ഏതെല്ലാമാണ്? ഓപ്ഷൻ എ ആന്ധ്രാപ്രദേശ് ഹരിയാന, ഓപ്ഷൻ ബി ഒഡീഷ ആന്ധ്രാപ്രദേശ്, ഓപ്ഷൻ സി മഹാരാഷ്ട്ര തമിഴ്നാട്, ഓപ്ഷൻ ഡി ഹരിയാന പഞ്ചാബ്. 2024 ലോകസഭാ തെരഞ്ഞെടുപ്പിനൊപ്പം നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്ന സംസ്ഥാനങ്ങൾ ഏതെല്ലാമാണ്? ഏതെല്ലാമാണ്? ഒഡീഷ ആന്ധ്രാപ്രദേശ്. ഒഡീഷ ആന്ധ്രാപ്രദേശ്. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, ചുവടെ നൽകിയിരിക്കുന്ന ജില്ലകളില് കർണാടകയുമായി അതിർത്തി പങ്കിടുന്ന കേരളത്തിലെ ജില്ലകൾ കണ്ടെത്തുക. ചുവടെ നൽകിയിരിക്കുന്ന ജില്ലകളില് കർണാടകയുമായി അതിർത്തി പങ്കിടുന്ന കേരളത്തിലെ ജില്ലകൾ കണ്ടെത്താനാണ് പറഞ്ഞിരിക്കുന്നത്. 1 കണ്ണൂര്, 2 കാസർഗോഡ്, 3 തൃശ്ശൂർ, 4 പാലക്കാട്. ഏതൊക്കെ ജില്ലകളാണ്
കർണാടകയുമായി അതിർത്തി പങ്കിടുന്നത്? കേരളത്തിലെ ജില്ലകളാണ് ഈ താഴെ തന്നിട്ടുള്ളത്. അതിനകത്ത് കർണാടകയുമായി അതിർത്തി പങ്കിടുന്ന ജില്ലകൾ ഏതൊക്കെയാണ്? ഓപ്ഷൻ എ 1 and 2, ഓപ്ഷൻ ബി 2 and 3, ഓപ്ഷൻ സി 3 and 4, ഓപ്ഷൻ ഡി 1 and 4. ഏതാണ് ശരി ഉത്തരം? ആലോചിച്ച് നോക്കിയേ. 1ഉം 2ഉം ആണ് അല്ലെ. കണ്ണൂരും കാസർഗോഡുമാണ് കർണാടകയുമായി അതിർത്തി പങ്കിടുന്ന കേരളത്തിലെ 2 ജില്ലകൾ. അടുത്ത ക്വസ്റ്റ്യൻ. കേരളത്തിലെ മൊത്തം താലൂക്കുകളുടെ എണ്ണം എത്രയാണ്? കേരളത്തിലെ മൊത്തം താലൂക്കുകളുടെ എണ്ണം എത്രയാണ്? ഓപ്ഷൻ എ 78, ഓപ്ഷൻ ബി 63, ഓപ്ഷൻ സി 92, ഓപ്ഷൻ ഡി 67. കേരളത്തിലെ മൊത്തം താലൂക്കുകളുടെ എണ്ണം എത്രയാണ്? 78 ആണ് അല്ലെ. 78 ആണ് കേരളത്തിലെ മൊത്തം താലൂക്കുകളുടെ എണ്ണം. പെരിയാർ നദിയുമായി ബന്ധമില്ലാത്ത പ്രസ്താവന കണ്ടെത്തുക. 4 പ്രസ്താവനകളാണ് താഴെ തന്നിട്ടുള്ളത്. അതിൻ്റെ അകത്ത് പെരിയാർ നദിയുമായി ബന്ധമില്ലാത്ത പ്രസ്താവന കണ്ടെത്താനാണ് പറഞ്ഞിട്ടുള്ളത്. ഓപ്ഷൻ എ ഈ നദി പശ്ചിമഘട്ടത്തിൽ നിന്ന് ഉത്ഭവിക്കുന്നു. ഓപ്ഷൻ ബി ഈ നദി വിശാലമായ ഡെൽറ്റ സമതലം സൃഷ്ടിക്കുന്നു. ഓപ്ഷൻ സി എറണാകുളം ജില്ലയിൽ വെച്ചാണ് ഈ നദി അറബിക്കടലുമായി ചേരുന്നത്. ഓപ്ഷൻ ഡി ഇടമലയാർ അണക്കെട്ട് ഈ നദിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഏതാണ് പെരിയാർ നദിയുമായി ബന്ധമില്ലാത്ത പ്രസ്താവന? ചോദ്യം കൃത്യമായിട്ട് വായിക്കണം. പെരിയാർ നദിയുമായി ബന്ധമില്ലാത്ത പ്രസ്താവന കണ്ടെത്താനാണ് പറഞ്ഞിരിക്കുന്നത്. ഏതാണ് പെരിയാർ നദിയുമായി ബന്ധമില്ലാത്ത പ്രസ്താവന? ആലോചിച്ച് നോക്കിയേ. ഓപ്ഷൻ ബി ആണ് അല്ലെ. ഈ നദി വിശാലമായ ഡെൽറ്റ സമതലം സൃഷ്ടിക്കുന്നു. അതാണ് പെരിയാർ നദിയുമായി ബന്ധമില്ലാത്ത പ്രസ്താവന. അടുത്ത ക്വസ്റ്റ്യൻ. തന്നിരിക്കുന്ന ജലവൈദ്യുത പദ്ധതികളിൽ ചേരാത്ത ജോഡി കണ്ടെത്തുക. 4 ജലവൈദ്യുത പദ്ധതികൾ താഴെ തന്നിട്ടുണ്ട്. അതിൻ്റെ അകത്ത് ചേരാത്ത ജോഡി കണ്ടെത്താനാണ് പറഞ്ഞിരിക്കുന്നത്. ഓപ്ഷൻ നോക്കാം. ഓപ്ഷൻ എ പള്ളിവാസൽ ഇടുക്കി, ഓപ്ഷൻ ബി ഷോളയാർ പാലക്കാട്, ഓപ്ഷൻ സി കുറ്റ്യാടി കോഴിക്കോട്, ഓപ്ഷൻ ഡി കല്ലട കൊല്ലം. ഏതാണ് ഇതിൻ്റെ അകത്ത് ചേരാത്ത ജോഡി? ഒന്ന് ആലോചിച്ച് നോക്കിയേ. എല്ലാവരും PSC പഠിക്കുന്ന ഉദ്യോഗാർത്ഥികളാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ജലവൈദ്യുത പദ്ധതികളെ കുറിച്ചൊക്കെ കൃത്യമായിട്ട് അറിയാവുന്ന ആൾക്കാരാണ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ചേരാത്ത ജോഡി ഏതാണ്? ഷോളയാർ പാലക്കാടാണ് ചേരാത്ത ജോഡി. അടുത്ത ക്വസ്റ്റ്യൻ. ചുവടെ തന്നിരിക്കുന്ന വന്യജീവി സങ്കേതങ്ങളിൽ ഇടുക്കി ജില്ലയുമായി ബന്ധമില്ലാത്തത് ഏതാണ്? 4 വന്യജീവി സങ്കേതങ്ങളാണ് താഴെ തന്നിട്ടുള്ളത് അല്ലെ ഓപ്ഷൻ്റെ അകത്ത്. അപ്പോൾ അതിൻ്റെ അകത്ത് ഇടുക്കി ജില്ലയുമായി ബന്ധമില്ലാത്തത് ഏതാണെന്ന് കണ്ടുപിടിക്കുക. ഓപ്ഷൻ എ കുറിഞ്ഞിമല, ഓപ്ഷൻ ബി ചിന്നാറ്, ഓപ്ഷൻ സി പെരിയാറ്, ഓപ്ഷൻ ഡി ആറളം. ഏതാണ് ഇടുക്കി ജില്ലയുമായി ബന്ധമില്ലാത്തത്? ആറളമാണ് അല്ലെ. ഓപ്ഷൻ ഡി ആണ് ഇടുക്കി ജില്ലയുമായിട്ട് ബന്ധമില്ലാത്ത. ആറളമാണ്. ആറളം വന്യജീവി സങ്കേതമാണ് ഇടുക്കി ജില്ലയുമായി ബന്ധമില്ലാത്തത്. അടുത്ത ക്വസ്റ്റ്യൻ. വരയാടുകളെ പ്രധാനമായും കാണുന്ന ദേശീയോദ്യാനം ഏത്? വരയാടുകളെ പ്രധാനമായും കാണുന്ന ദേശീയോദ്യാനം ഏതാണ്? ഓപ്ഷൻ നോക്കാം. ഓപ്ഷൻ എ മതികെട്ടാൻ ചോല ദേശീയോദ്യാനം, ഓപ്ഷൻ ബി ഇരവികുളം ദേശീയോദ്യാനം, ഓപ്ഷൻ സി സൈലന്റ് വാലി ദേശീയോദ്യാനം, ഓപ്ഷൻ ഡി പാമ്പാടുംചോല ദേശീയോദ്യാനം. എവിടെയാണ് വരയാടുകളെ പ്രധാനമായും കാണുന്ന ദേശീയോദ്യാനം? എല്ലാവരും ഒന്ന് ആലോചിച്ച്. ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. ഇരവികുളം ദേശീയോദ്യാനം. അവിടെയാണ് വരയാടുകളെ പ്രധാനമായും കാണുന്ന ദേശീയോദ്യാനം. അടുത്ത ക്വസ്റ്റ്യൻ. കേരളത്തിലെ പ്രധാന മത്സ്യബന്ധന തുറമുഖങ്ങളും അവ സ്ഥിതി ചെയ്യുന്ന ജില്ലകളും തന്നിരിക്കുന്നു. യോജിക്കുന്നവ കണ്ടെത്തുക. താഴെ 5 എണ്ണം തന്നിട്ടുണ്ട് അല്ലെ. പ്രധാന മത്സ്യബന്ധന തുറമുഖങ്ങളും അവ സ്ഥിതി ചെയ്യുന്ന ജില്ലകളുമാണ് താഴെ കൊടുത്തിട്ടുള്ളത് 5 എണ്ണം. അതിൽ യോജിക്കുന്നവ കണ്ടെത്താനാണ് പറഞ്ഞിരിക്കുന്നത്. 1 ബേപ്പൂർ കോഴിക്കോട്, 2 മുനമ്പം എറണാകുളം, 3 ശക്തികുളങ്ങര ആലപ്പുഴ, 4 തോപ്പുംപടി തൃശ്ശൂർ, 5 അഴീക്കൽ കൊല്ലം. ഇതിൻ്റെ അകത്ത് യോജിക്കുന്നവ ഏതൊക്കെയാണ്? ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഏതാണ് യോജിക്കുന്നവ? കണ്ടെത്തിയോ? 1ഉം 2ഉം 5ഉമാണ് യോജിക്കുന്നത്. ഒന്നാമത്തെ ഏതാണ്? ബേപ്പൂർ കോഴിക്കോട്. മുനമ്പം രണ്ടാമത്തെ ഏതാണ്? മുനമ്പം എറണാകുളം. 5ാമത്തെ ഏതാണ്? അഴീക്കൽ കൊല്ലം. ഈ 3ഉമാണ് യോജിക്കുന്നവ. അപ്പോൾ ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ. ഈ തവണത്തെ അർജുന അവാർഡിന് നിർദ്ദേശിക്കപ്പെട്ട മലയാളി താരം എം ശ്രീശങ്കർ ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഈ തവണത്തെ അർജുന അവാർഡിന് നിർദ്ദേശിക്കപ്പെട്ട മലയാളി താരം എം ശ്രീശങ്കർ ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഓപ്ഷൻ എ ഹോക്കി, ഓപ്ഷൻ ബി അത്ലറ്റിക്സ്, ഓപ്ഷൻ സി ഫുട്ബോൾ, ഓപ്ഷൻ ഡി ക്രിക്കറ്റ്. ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ ബി ആണല്ലേ.
അത്ലറ്റിക്സുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യൻ. ഇന്ത്യയിൽ നടക്കുന്ന 4 തരം തെരഞ്ഞെടുപ്പ് താഴെ പറയുന്നു. അതിൽ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടത്താത്ത തെരഞ്ഞെടുപ്പ് ഏതാണ്? ഇന്ത്യയിൽ നടക്കുന്ന 4 തരം തെരഞ്ഞെടുപ്പിനെ കുറിച്ചാണ് താഴെ കൊടുത്തിട്ടുള്ളത്. അതിൽ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടത്താത്ത തെരഞ്ഞെടുപ്പ് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ നോക്കാം അല്ലെ. ഓപ്ഷൻ എ ഇന്ത്യൻ പ്രസിഡന്റിന്റെ തെരഞ്ഞെടുപ്പ്, ഓപ്ഷൻ ബി ലോക്സഭാ തെരഞ്ഞെടുപ്പ്, ഓപ്ഷൻ സി നിയമസഭാ തെരഞ്ഞെടുപ്പ്, ഓപ്ഷൻ ഡി പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ്. എല്ലാവർക്കും അറിയാവുന്ന ഒരു ചോദ്യമാണ് അല്ലെ. ഏതാണ് ഉത്തരം? പഞ്ചായത്ത് തെരഞ്ഞെടുപ്പാണ് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടത്താത്ത തെരഞ്ഞെടുപ്പ്. ബാക്കിയെല്ലാം കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടത്തുന്ന തെരഞ്ഞെടുപ്പാണ്. അടുത്ത ക്വസ്റ്റ്യൻ. നഗരങ്ങളിലെ തൊഴിൽ രഹിതർക്ക് പ്രയോജനപ്പെടുന്ന പരിപാടി സർക്കാരിന്റെ ഏത് പദ്ധതിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? നഗരങ്ങളിലെ തൊഴിൽ രഹിതർക്ക് പ്രയോജനപ്പെടുന്ന പരിപാടി സർക്കാരിന്റെ ഏത് പദ്ധതിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഓപ്ഷൻ എ അന്ത്യോദയ അന്ന യോജന, ഓപ്ഷൻ ബി അന്നപൂർണ, ഓപ്ഷൻ സി സ്വർണ്ണ ജയന്തി ഷഹാരി റോസ്കർ യോജന, ഓപ്ഷൻ ഡി മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി. ഏതാണ് ശരിയുത്തരം? നഗരങ്ങളിൽ തൊഴിൽ രഹിതർക്ക് പ്രയോജനപ്പെടുന്ന പരിപാടി സർക്കാരിന്റെ ഏത് പദ്ധതിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. സ്വർണ്ണ ജയന്തി ഷഹാരി റോസ്ഗാർ യോജന. അടുത്ത ക്വസ്റ്റ്യൻ. ബ്രിട്ടീഷ് ഭരണത്തെ വെണ്ണീച്ച ഭരണം എന്ന് വിശേഷിപ്പിച്ച സാമൂഹിക പരിഷ്കർത്താവ് ആര്? ബ്രിട്ടീഷ് ഭരണത്തെ വെണ്ണീച്ച ഭരണം എന്ന് വിശേഷിപ്പിച്ച സാമൂഹ്യ പരിഷ്കർത്താവ് ആരാണ്? ഓപ്ഷൻ എ ചട്ടമ്പി സ്വാമികൾ, ഓപ്ഷൻ ബി വൈകുണ്ഠ സ്വാമികൾ, ഓപ്ഷൻ സി ശ്രീനാരായണ ഗുരു, ഓപ്ഷൻ ഡി അയ്യങ്കാളി. ആരാണ്? ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. വൈകുണ്ഠ സ്വാമികൾ. താഴെ തന്നിരിക്കുന്നവയില് ശരിയായ പദം ഏതാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. താഴെ 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. ഒന്ന് നീരാഞ്ജനം, ബി നീരാഞ്ജനം, ഓപ്ഷൻ സി നീരാജനം, ഓപ്ഷൻ ഡി നീലാഞ്ജനം. ഏതാണ് ശരിയായിട്ടുള്ള പദം ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ, നീലാഞ്ജനം. അടുത്ത ക്വസ്റ്റ്യൻ. ധനത്തിൽ എന്ന പദം പിരിച്ചെഴുതിയാൽ, ധനത്തിൽ എന്ന പദം പിരിച്ചെഴുതിയാൽ ഓപ്ഷൻ എ ധനം പ്ലസ് ഇല്ല്, ഓപ്ഷൻ ബി ധനത്ത് അധികം ഇല്ല്, ഓപ്ഷൻ സി ധനം അധികം തില്ല്, ഓപ്ഷൻ ഡി ധന അധികം തില്ല്. ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ, ധനം അധികം ഇല്ല്. അടുത്ത ക്വസ്റ്റ്യൻ. എല്ലാവരും സത്യം പറയണം അടിവരയിട്ട ക്രിയാപദം ഏതു പ്രകാരത്തിൽ പെടുന്നു? എല്ലാവരും സത്യം പറയണം അടിവരയിട്ട ക്രിയാപദം ഏത് പ്രകാരത്തിൽ പെടുന്നു? അടിവരയിട്ട ക്രിയാപദം ഏതാണ്? പറയണം അല്ലെ. അത് ഏത് പ്രകാരത്തിൽ പെടുന്നു എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ നോക്കാം. ഓപ്ഷൻ എ നിർദ്ദേശകമാണോ, ഓപ്ഷൻ ബി നിയോജകം, ഓപ്ഷൻ സി അനുജ്ഞായകം, ഓപ്ഷൻ ഡി വിധായകം. ഏത് പ്രകാരത്തിൽ പെടുന്നു? വിധായക പ്രകാരത്തില് പെടുന്നു. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ. ഭൂഷണം എന്ന പദത്തിന്റെ വിപരീത പദം കണ്ടെത്തുക. ഭൂഷണം എന്ന പദത്തിന്റെ വിപരീത പദം കണ്ടെത്തുക. ഓപ്ഷൻ നോക്കാം നമുക്ക്. ഓപ്ഷൻ എ അഭൂഷണം, ഓപ്ഷൻ ബി ദൂഷണം, ഓപ്ഷൻ സി വിഭൂഷണം, ഓപ്ഷൻ ഡി അനഭൂഷണം. ഏതാണ് ഭൂഷണം എന്ന പദത്തിന്റെ വിപരീത പദം? ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ, ദൂഷണം. അടുത്ത ക്വസ്റ്റ്യൻ. കുട്ടികളിൽ വായനാശീലം വളർത്താൻ മുതിർന്നവർ ശ്രദ്ധിക്കണം. ഈ വരിയിലെ തെറ്റായ പദം കണ്ടെത്തുക. കുട്ടികളില് വായനാശീലം വളർത്താൻ മുതിർന്നവർ ശ്രദ്ധിക്കണം. ഈ വരിയിലെ തെറ്റായ പദം ഏതാണ്? ഓപ്ഷൻ നോക്കാം. ഓപ്ഷൻ എ കുട്ടികളിൽ, ഓപ്ഷൻ ബി വായനാശീലം, ഓപ്ഷൻ സി വളർത്താൻ, ഓപ്ഷൻ ഡി മുതിർന്നവർ ശ്രദ്ധിക്കണം. ഏതാണ് തെറ്റായ പദം? ഏതാണ്? ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ, വായനാശീലം. അതാണ് തെറ്റായ പദം. VKN എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്ന സാഹിത്യകാരൻ. VKN എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്ന സാഹിത്യകാരൻ ആരാണ്? വടക്കേ കൂട്ടാല നാരായണൻകുട്ടി നായർ. വടക്കേ കൂട്ടാല നാരായണൻകുട്ടി നായർ. അടുത്ത ക്വസ്റ്റ്യൻ. നജീബ് ഏത് കൃതിയിലെ പ്രധാന കഥാപാത്രമാണ്? നജീബ് ഏത് കൃതിയിലെ പ്രധാന കഥാപാത്രമാണ്? ബാല്യകാല സഖിയ, ഓപ്ഷൻ ബി ദൈവത്തിന്റെ കണ്ണ്, ഓപ്ഷൻ സി കുറേശിക്കൂട്ടം, ഓപ്ഷൻ ഡി ആടുജീവിതം. ഏതാണ് ഇതിന്റെ അകത്ത് ശരിയായ ഉത്തരം? നജീബ് ഏത് കൃതിയിലെ പ്രധാന കഥാപാത്രമാണ്? ആടുജീവിതം. ഓപ്ഷൻ ഡി ആണ് ശരിയായിട്ടുള്ള ഉത്തരം. അടുത്ത ക്വസ്റ്റ്യൻ. അധികാരം കയ്യണമാദ്യം നാം അതിനു മേലാകട്ടെ പൊന്നാര്യൻ എന്ന വിപ്ലവാഹ്വാനം നൽകിയ കവിയാണ്.
ആര്? അധികാരം കൊയ്യണമാദ്യം നാം അതിനു മേലാകട്ടെ പൊന്നാര്യൻ എന്ന വിപ്ലവാഹ്വാനം നൽകിയ കവിയാണ് ആര്? ഇടശ്ശേരി ഗോവിന്ദൻ നായർ. ആരാണ്? ഇടശ്ശേരി ഗോവിന്ദൻ നായർ. അടുത്ത ക്വസ്റ്റ്യൻ. 2012 വയലാർ അവാർഡിന് അർഹമായ അന്തിമഹാകാലം എന്ന കൃതിയുടെ കർത്താവാര്? 2012 വയലാർ അവാർഡിന് അർഹമായ അന്തിമഹാകാലം എന്ന കൃതിയുടെ കർത്താവാരാണ്? അക്കിത്തം അച്യുതൻ നമ്പൂതിരി. ആരാണ്? അക്കിത്തം അച്യുതൻ നമ്പൂതിരി. സ്ലീപ്പിംഗ് പാർട്ട്ണർ എന്നതിന്റെ യഥാർത്ഥ മലയാള വിവർത്തനം കൂട്ടത്തിൽ നിന്ന് തെരഞ്ഞെടുക്കുക. അതായത് ഈ താഴെ തന്നിരിക്കുന്ന ഓപ്ഷന്റെ അകത്തുനിന്ന് തെരഞ്ഞെടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. സ്ലീപ്പിംഗ് പാർട്ട്ണർ എന്നതിന്റെ യഥാർത്ഥ മലയാള വിവർത്തനം ഏതാണ് ഈ കൂട്ടത്തിൽ നിന്ന്? കാര്യം നടത്തിപ്പിൽ യാതൊരു പങ്കുമില്ലാത്ത വ്യാപാര പങ്കാളി. ആരാണ്? ഏതാണ് ശരി ഉത്തരം? കാര്യം നടത്തിപ്പില് യാതൊരു പങ്കുമില്ലാത്ത വ്യാപാര പങ്കാളി. ഓപ്ഷൻ ഡി ആണ് ശരി ഉത്തരം. The phrase magnum opus means. The phrase magnum opus means. Option A, in bad faith. Option B, magnificent. Option C, method of working. Option D, masterpiece. The phrase magnum opus means masterpiece. Option D ആണ് ശരി ഉത്തരം. അടുത്ത ക്വസ്റ്റ്യൻ. No sooner had I set out dash it began to rain. ഓപ്ഷൻ നോക്കാം. ഓപ്ഷൻ എ when, ഓപ്ഷൻ ബി then, ഓപ്ഷൻ സി than, ഓപ്ഷൻ ഡി since. ഏതാണ് ശരി ഉത്തരം? No sooner had I set out than it began to rain. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ. The opposite of assent is. The opposite of assent is. Option A, detract. Option B, retreat. Option C, dearrange. Option D, descend. ഏതാണ് ശരി ഉത്തരം? The opposite of assent is descend. Option D ആണ് correct answer. അടുത്ത question. If I ever find my glasses, I think I will have dash replaced. Option A, it. Option B, them. Option C, it's. Option D, none. ഏതാണ് ശരി ഉത്തരം? If I ever find my glasses, I think I will have them replaced. Option B ആണ് correct answer. അടുത്ത question. Where is my umbrella? She asked. Change into indirect. Where is my umbrella? She asked. Change into indirect. Option നോക്കാം. Option A, she told where is my umbrella. Option B, she asked where her umbrella was. Option C, she asked where was the umbrella. Option D, none. ഏതാണ് ശരി ഉത്തരം? Option B ആണ് correct answer. She asked where her umbrella was. അടുത്ത question. Neither the girl nor her brother dash passed. Option A, have. Option B, did. Option C, do. Option D, has. ഏതാണ് ശരി ഉത്തരം? Neither the girl nor her brother have passed. Option A ആണ് correct answer. അടുത്ത filling the blanks with the correct forms of verbs. Filling the blanks with the correct forms of verbs. Raju enjoys dash the dramas of Shakespeare. Option A, read. Option B, reading. Option C, to read. Option D, to be reading. Raju enjoys reading the dramas of Shakespeare. Option B ആണ് correct answer. അടുത്ത question. Collective noun for guns is. Collective noun for guns is. Option A, cavay. Option B, brace. Option C, battery. Option D, basque. Collective noun for guns is battery. Option C ആണ് correct answer. അടുത്ത question. Chaos means. Chaos means. Option A, paradise. Option B, complete disorder or confusion. Option C, busy. Option D, salute. Chaos means complete disorder or confusion. Option B ആണ് correct answer. അടുത്ത question.
one who eats too much cheese. One who eats too much cheese. Option A stoic, option B glutton, option C egotist, option D greedy. ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. glutton. One who eats too much cheese, glutton. അടുത്ത ക്വസ്റ്റ്യൻ. She plays dash violin. Option A, option B an, option C the, option D none of these. She plays the violin. Option C ആണ് correct answer. അടുത്ത question. He works dash to pass the examination. Option A hardest, option B harder, option C harder, option D hardly. He works hard to pass the examination. Option B ആണ് correct answer. അടുത്ത question. Mary is dash friend of the class. Option A in, option B at, option C from, option D on. Mary is in front of the class. Option A ആണ് correct answer. അടുത്ത question. The members of the jury dash to convene at 4 o'clock. Option A is, option B are, option C has, option D had. The members of the jury are to convene at 4 o'clock. Option B ആണ് correct answer. അടുത്ത question. Nitin won't be a late dash. Question ആണ്. Question ഏതാണ്? Question option A is he, option B is he, option C will he, option D won't he. Nitin won't be late. Will he ആണ് correct answer. അടുത്ത question. A group of men dash creating a trouble. A group of men dash creating trouble. Option A was, option B were, option C being, option D have been. ഏതാണ്? A group of men was creating trouble. A group of men was creating trouble. Option A ആണ് correct answer. Write one word for the following group of words. One who is experienced in a field. One who is experienced in a field. Option A amateur, option B veteran, option C senior, option D junior. ഏതാണ് ശരി ഉത്തരം? One who is experienced in a field, amateur. Option A ആണ് correct answer. അടുത്ത question. All the milk dash sour. Option A was, option B were, option C are, option D has. All the milk was sour. Option A ആണ് correct answer. അടുത്ത question. He dashed to arrive at 8 o'clock, but he is late. Option A expected, option B is expected, option C has been expected, option D was expected. He has been expected to arrive at 8 o'clock, but he is late. Option C ആണ് correct answer. അടുത്ത question. This boy is afraid dash the dog. Option A of, option B with, option C in, option D by. This boy is afraid of the dog. Option A ആണ് correct answer. You should do it dash you like it or not. Option A whether, option B although, option C that, option D than. You should do it whether you like it or not. Option A ആണ് correct answer. അടുത്ത question. The synonym of enmity is, option A angularity, option B oddity, option C eccentricity, option D hostility. ഏതാണ് ശരി ഉത്തരം? Option D ആണ് correct answer. Hostility. അടുത്ത question. The lady asked, option A why the child is crying, option B why the child was crying, option C why is the child crying, option D why was the child crying. ഏതാണ് ശരി ഉത്തരം? The lady asked why the child was crying. Option B ആണ് correct answer. അടുത്ത question. He is dash FBI agent. Option A, option B an, option C the, option D none. He is an FBI agent. Option B ആണ് correct answer. I was given a book is the passive form of, option A
someone is giving me a book. Option B, someone has given me a book. Option C, someone gives me a book. Option D, someone gave me a book. I was given a book is the passive form of someone gave me a book. Option D ആണ് correct answer. അടുത്ത question. The meaning of linger is option A hurry, option B quicken, option C loiter, option D break. The meaning of linger is loiter. Option C ആണ് correct. ഒരു കപ്പല് 120 കിലോമീറ്റർ നീളമുള്ള ഒരു വഴി കടക്കുന്നു. കപ്പൽ മണിക്കൂറിൽ 30 കിലോമീറ്റർ വേഗതയിൽ പോകുന്നു. യാത്ര എത്ര മണിക്കൂർ കൊണ്ടാണ് പൂർത്തിയാകുക? ഒരു കപ്പല് 120 കിലോമീറ്റർ നീളമുള്ള ഒരു വഴി കടക്കുന്നു. കപ്പൽ മണിക്കൂറിൽ 30 കിലോമീറ്റർ വേഗതയിൽ പോകുന്നു. യാത്ര എത്ര മണിക്കൂർ കൊണ്ടാണ് പൂർത്തിയാകുക എന്നാണ് ചോദിച്ചിട്ടുള്ളത്. 4 ഓപ്ഷൻസ് ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? എങ്ങനെ കണ്ടുപിടിക്കാം? ഏതാണ് ശരി ഉത്തരം? 4 മണിക്കൂറാണ് ശരി ഉത്തരം. അതെങ്ങനെയാ കണ്ടുപിടിക്കുന്നത്? സമയത്തിന്റെ സൂത്രവാക്യം ഓർത്തിരിക്കുക. ടൈം ഈസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ സ്പീഡ്. അപ്പൊ നമുക്കത് ഓർത്തിരിക്കാൻ എളുപ്പമുണ്ട്. എങ്ങനെയാ ഓർത്തിരിക്കേണ്ടത്? ടി ഈസ് ഈക്വൽ ടു ഡി ബൈ എസ് എന്ന് ഓർത്താൽ മതി. നിങ്ങൾ ഓർക്കുക, ടി ഈസ് ഈക്വൽ ടു ഡി ബൈ എസ്. ടൈം ഈസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ സ്പീഡ്. അപ്പൊ വളരെ എളുപ്പത്തിൽ കണ്ടുപിടിക്കാം അല്ലെ? 120 ഡിവൈഡഡ് ബൈ 30 എത്രയാണ്? 4 അവർ, 4 മണിക്കൂറിന് കൃത്യമായിട്ട് കിട്ടും. അപ്പോൾ ഈ ഫോർമുല ഓർത്തിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ടൈം ഈസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ സ്പീഡ്. അതിൻ്റെ അകത്ത് അങ്ങനെ ഓർത്തിരിക്കാൻ പറ്റിയില്ലെങ്കിൽ ടി ഈസ് ഈക്വൽ ടു ഡി ബൈ എസ് എന്ന് ഓർത്താൽ മതി കേട്ടോ. ടി ഈസ് ഈക്വൽ ടു ഡി ബൈ എസ് എന്ന്. ഓക്കെ, ക്ലിയർ ആയല്ലോ? അടുത്ത ചോദ്യം. ഒരു ഉൽപ്പന്നത്തിന്റെ വില 500 രൂപയിൽ നിന്ന് 600 രൂപയായി വർദ്ധിച്ചു. വിലയുടെ വർധനയുടെ ശതമാനം എത്ര? വില വർധനയുടെ ശതമാനം എത്ര എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഒരു ഉൽപ്പന്നത്തിന്റെ വില 500 രൂപയിൽ നിന്ന് 600 രൂപയായി വർദ്ധിച്ചു. വില വർധനയുടെ ശതമാനം എത്ര? അതാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ അതെങ്ങനെ കണ്ടുപിടിക്കാം? 4 ഓപ്ഷൻ ഉണ്ട്, നമുക്ക് നോക്കാം. അതിന് എങ്ങനെയാ കണ്ടുപിടിക്കുന്നത്? നമുക്ക് വില വർധനയുടെ ശതമാനമാണ് കാണേണ്ടത് അല്ലെ? അതായത് പെർസെന്റേജ് ഇൻക്രീസ്. അതിന് നമ്മൾ ഫോർമുല ഉണ്ട്. എങ്ങനെയാണ്? ഇൻക്രീസ് ഡിവൈഡഡ് ബൈ ഒറിജിനൽ ഇൻറ്റു 100. അതായത് ഇൻക്രീസ് ഡിവൈഡഡ് ബൈ ഒറിജിനൽ പ്രൈസ് ഇൻറ്റു 100. അതായത് 600 മൈനസ് 500 ഡിവൈഡഡ് ബൈ 500 ഇൻറ്റു 100. അതായത് ഏതാണ്? ഒരു ഉൽപ്പന്നത്തിന്റെ വില എത്രയാണ്? 500 രൂപയിൽ നിന്ന് 600 രൂപയാണ് വർദ്ധിച്ചല്ലേ? അപ്പോൾ 600 രൂപ. അപ്പം ഇൻക്രീസ് ചെയ്ത് എത്രയാണെന്ന് കണ്ടുപിടിക്കാൻ എത്രയാണ് നോക്കണ്ടേ? 600 മൈനസ് 500 നോക്കിയാൽ മതി. അപ്പൊ അത് 100 അല്ല ഇൻക്രീസ് ആയത്. അപ്പൊ 600 മൈനസ് 500 ഡിവൈഡഡ് ബൈ ഒറിജിനൽ പ്രൈസ്. ഒറിജിനൽ പ്രൈസ് എത്രയാണ്? 500 രൂപ. 500 ഇൻറ്റു 100. അപ്പോൾ എത്ര വരും? 100 ബൈ 500 ഇൻറ്റു 100 സമം 20%. എത്രയാണ്? 20%. അതായത് ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. അപ്പോൾ ഈ ഫോർമുല ഓർത്തിരിക്കുക. പെർസെന്റേജ് ഇൻക്രീസ് ചോദിക്കുകയാണെങ്കിൽ അതിന് ഇൻക്രീസ് ഡിവൈഡഡ് ബൈ ഒറിജിനൽ പ്രൈസ് ഇൻറ്റു 100. ഇൻക്രീസ് ഡിവൈഡഡ് ബൈ ഒറിജിനൽ പ്രൈസ് ഇൻറ്റു 100 എന്ന് ഫോർമുല ഓർത്തിരിക്കുക. അടുത്ത ചോദ്യം. വിദ്യാർത്ഥികളുടെ മാർക്ക് 60, 70, 80, 90, 100. ശരാശരി മാർക്ക് എത്ര? വിദ്യാർത്ഥികളുടെ മാർക്ക് 60, 70, 80, 90, 100. ശരാശരി മാർക്ക് എത്ര? ശരാശരി മാർക്ക് കണ്ടുപിടിക്കാൻ എളുപ്പമുണ്ട്. എങ്ങനെയാണ് ശരാശരി മാർക്ക് കണ്ടുപിടിക്കുന്നത്? ശരാശരി മാർക്ക് കണ്ടുപിടിക്കാൻ സം ഓഫ് മാർക്ക് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് സ്റ്റുഡൻസ് ആണ്. അതായത് സം ഓഫ് മാർക്ക് എന്ന് പറഞ്ഞാൽ എത്ര കുട്ടികളുണ്ടോ ആ മാർക്ക് മുഴുവൻ കൂട്ടുക, അതിനുശേഷം എത്ര എണ്ണമാണോ അതുകൊണ്ട് ഹരിക്കുക. അപ്പോൾ എത്രയാണ് ഇവിടെ? 60 പ്ലസ് 70 പ്ലസ് 80 പ്ലസ് 90 പ്ലസ് 100 ഡിവൈഡഡ് ബൈ എത്ര പേരാണ്? 5 കുട്ടികളാണല്ലോ അല്ലെ? ഡിവൈഡഡ് ബൈ 5. അപ്പോൾ 400 ഭാഗം 5 സമയം എത്രയാണ്? 80. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. ഓർത്തിരിക്കുക, സം ഓഫ് മാർക്സ് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് സ്റ്റുഡൻസ്. മൊത്തം കുട്ടികളുടെ മാർക്ക് കൂട്ടുക, അതിനുശേഷം എത്ര കുട്ടികളാണോ ഉള്ളത് ആ കുട്ടികളുടെ എണ്ണം കൊണ്ട് ഹരിക്കുക. അപ്പൊ കൃത്യമായിട്ടുള്ള ആൻസർ കിട്ടും. അടുത്ത ചോദ്യം. ഒരു കാറ് 1.5 ലക്ഷം രൂപയ്ക്ക് വിലയുള്ളതാണ്. 75,000 രൂപ മുൻകൂട്ടി നൽകി. ബാക്കി തുക 12 മാസത്തിനുള്ളിൽ തുല്യമായ തുകകളായി നൽകണം.
പ്രതിമാസം എത്ര രൂപ നൽകണം? എല്ലാവരും കാറൊക്കെ വാങ്ങുമ്പോൾ നമ്മൾ മൊത്തം പൈസ ഒരുമിച്ച് കൊടുക്കാനില്ലാത്തപ്പോൾ കുറച്ച് പൈസ ആദ്യം കൊടുക്കും, അതിനുശേഷം ബാക്കി തുക പിന്നീട് മാസങ്ങളായിട്ട് അടച്ചു കൊടുക്കുന്ന അത് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. പക്ഷെ അത് എങ്ങനെ പ്രതിമാസം രൂപ ഇവിടെ നൽകണം, എത്ര രൂപ നൽകണം എന്ന് കണ്ടുപിടിക്കാനാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഒരു കാറ് 1.5 ലക്ഷം രൂപയ്ക്ക് വാങ്ങി, 1.5 ലക്ഷം രൂപ വിലയുള്ളതാണ്. 75,000 രൂപ മുൻകൂട്ടി നൽകി, ബാക്കി തുക 12 മാസത്തിനുള്ളിൽ തുല്യമായ തുകകളായി നൽകണം. പ്രതിമാസം എത്ര രൂപ നൽകണം എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അതെങ്ങനെ കണ്ടുപിടിക്കും? നമുക്ക് നോക്കാം എങ്ങനെ കണ്ടുപിടിക്കാന്ന്. ബാക്കി തുക എത്രയാണ്? 1.5 ലക്ഷം മൈനസ് 75,000 എത്രയാണ്? അപ്പോൾ അറിയാം, എല്ലാവർക്കും അറിയാം, 75,000 രൂപയാണ് ബാക്കി തുക. അപ്പോൾ അതിൻ്റെ അകത്ത് ഇപ്പൊ 1.5 ലക്ഷം രൂപ വിലയുള്ള ഒരു കാറാണ്, അത് 75,000 ആണ് നമ്മൾ മുൻകൂട്ടി നൽകിയത്. ഇനി ബാക്കി എത്ര നൽകാനുണ്ട്? 75,000 രൂപയും കൂടെ നൽകാനുണ്ട്. 1.5 ലക്ഷം മൈനസ് 75,000 സമം 75,000. മാസങ്ങളെ തുല്യമായിട്ട് പിരിച്ചെടുക്കണം. അതിന് എത്രയാണ് നൽകേണ്ടത്? എളുപ്പമുണ്ടല്ലേ? എത്ര മാസമാണുള്ളത്? 12 മാസമാണല്ലേ? അപ്പോൾ 12 മാസത്തിനുള്ളിൽ തുല്യമായ തുകകളായിട്ട് വിഭജിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പം എന്നാ ചെയ്യണം? 75,000 ഭാഗം 12 എത്ര വെച്ച് നൽകണം? 6,250 രൂപ. അപ്പോൾ ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. അതിൻ്റെ അകത്ത് കറക്റ്റ് ആൻസർ ഓപ്ഷൻ്റെ അകത്ത് ഇല്ല അല്ലേ? അപ്പോൾ 6,250 ആണ് കറക്റ്റ് ആൻസർ. 6,250. അടുത്ത ചോദ്യം. ഒരു ടീമിന്റെ ശരാശരി പ്രായം 20 ആണ്. 10 പേർ ഉണ്ടെങ്കിൽ മൊത്തം പ്രായം എത്ര? ഒരു ടീമിന്റെ ശരാശരി പ്രായം 20 ആണ്. 10 പേർ ഉണ്ടെങ്കിൽ മൊത്തം പ്രായം എത്ര? ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. നമുക്ക് അത് എങ്ങനെയൊന്ന് കണ്ടുപിടിക്കാൻ പറ്റും? എങ്ങനെയാണ്? ആവറേജ്, അതായത് മൊത്തം പ്രായം ആവറേജ് കണ്ടുപിടിക്കാൻ ടോട്ടൽ ഡിവൈഡഡ് ബൈ നമ്പർ, അതായത് ടോട്ടൽ ഡിവൈഡഡ് ബൈ നമ്പർ എന്നാണ് അതിന്റെ ഫോർമുല. അപ്പൊ ഇവിടെ നമുക്ക് കണ്ടുപിടിക്കേണ്ട എന്താണ്? ടോട്ടൽ ആണ് കണ്ടുപിടിക്കേണ്ടത് അല്ലേ? അപ്പൊ ടോട്ടൽ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? ആവറേജ് ഇൻറ്റു നമ്പർ, അതായത് 20 ഇൻറ്റു 10 സമം 200. കണ്ടോ എങ്ങനെ കണ്ടുപിടിക്കാം? ഈ ഫോർമുല ഓർത്തിരിക്കുക. ആവറേജ് സമം ടോട്ടൽ ഡിവൈഡഡ് ബൈ നമ്പർ. അപ്പോൾ ഇതിന്റെ അകത്ത് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ടോട്ടൽ ആണ്. അപ്പൊ എന്നാ ചെയ്യണം? ആവറേജ് ഇൻറ്റു നമ്പർ, അതായത് 20, ഇവിടെ 20 ഇൻറ്റു 10 200. അടുത്ത ചോദ്യം. 800ന്റെ 25% എത്ര? 800ന്റെ 25% എത്ര? അപ്പോൾ ഇവിടെ 25% എന്ന് പറയാം, അത് നമുക്ക് നോക്കാം അല്ലെ? 25% എന്ന് പറഞ്ഞാൽ എത്രയാണ്? 25 ഡിവൈഡഡ് ബൈ 100 എന്നാണ് അല്ലെ? അത് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. 25% എന്ന് പറഞ്ഞാൽ 25 ഡിവൈഡഡ് ബൈ 100 ആണ്. അപ്പൊ 25 ഡിവൈഡഡ് ബൈ 100 ആണ്. അപ്പോൾ 800ന്റെ 25% എത്രയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ 800 ഇൻറ്റു 25 ഡിവൈഡഡ് ബൈ 100 എത്രയാണ് വരുന്നത്? 200 അല്ലേ? 200. അപ്പോൾ ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ. ഒരു ബസ് മണിക്കൂറിൽ 60 കിലോമീറ്റർ വേഗത്തിൽ 3 മണിക്കൂർ സഞ്ചരിച്ചാൽ ദൂരം എത്ര? ഒരു ബസ് മണിക്കൂറിൽ 60 കിലോമീറ്റർ വേഗത്തിൽ 3 മണിക്കൂർ സഞ്ചരിച്ചാൽ ദൂരം എത്ര എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അതിന്റെ ഫോർമുല ഞാൻ ഇന്നലെ പറഞ്ഞിരുന്നു, ഓർക്കുന്നുണ്ടോ ആരെങ്കിലും? അതിന്റെ ഫോർമുല എന്താണ്? ഡിസ്റ്റൻസ് ഈസ് ഈക്വൽ ടു സ്പീഡ് ഇൻറ്റു ടൈം. ഇവിടെ ദൂരമാണ് ചോദിച്ചിരിക്കുന്നത് അല്ലെ? അപ്പോൾ ദൂരം ചോദിക്കുമ്പോൾ ഡിസ്റ്റൻസ് ഈസ് ഈക്വൽ ടു സ്പീഡ് ഇൻറ്റു ടൈം. അപ്പോൾ 60 ഇൻറ്റു 3 സമം 180 കിലോമീറ്റർ. ഓർത്തിരിക്കുക, ഡിസ്റ്റൻസ് ഈസ് ഈക്വൽ ടു സ്പീഡ് ഇൻറ്റു ടൈം. അടുത്ത ചോദ്യം. 4,000 രൂപ 5% പലിശയില് 3 വർഷം നിക്ഷേപിച്ചാൽ പലിശ എത്ര? ഇവിടെ നമുക്ക് ഫോർമുല ഉപയോഗിക്കാതെ വളരെ എളുപ്പത്തിൽ നമുക്ക് കണ്ടുപിടിക്കാം. എങ്ങനെയാ കണ്ടുപിടിക്കുന്നത്? 4,000 രൂപ 5% പലിശയില് 3 വർഷം നിക്ഷേപിച്ചാൽ പലിശ എത്ര? ഫോർമുല ഉപയോഗിക്കാതെ നമുക്ക് കണ്ടുപിടിക്കാം. എങ്ങനെയാണ്? 4,000 രൂപ 5%. അപ്പൊ എങ്ങനെയാണ്? 4,000 ഇൻറ്റു 5/100. 5% എന്ന് പറഞ്ഞാൽ എത്രയാണ്? 5/100 ആണ് അല്ലെ? അപ്പൊ 4,000 ഇൻറ്റു 5/100 എത്ര വരും? 200 വരും അല്ലെ? അപ്പോൾ എളുപ്പത്തിൽ കണ്ടുപിടിക്കാം. ബാക്കി എത്രയാണ്? അത് 3 വർഷം നിക്ഷേപിച്ചാൽ പലിശയാണ് ചോദിച്ചേക്കുന്നത്. 3 വർഷം നിക്ഷേപിച്ച പലിശ കണ്ടുപിടിക്കാൻ എന്നാ ചെയ്യണം? 200നെ 3 കൊണ്ട് ഗുണിച്ചാൽ മതി. എത്രയാണ്? 600. വളരെ എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ പറ്റില്ല. മറ്റേത് ഫോർമുല എല്ലാം തന്നെ ഉപയോഗിച്ച് കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞാൽ വളരെ പ്രയാസമാണ് അല്ലേ? അപ്പൊ അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഓർത്തിരിക്കുക, 4,000 രൂപയുടെ 5% ആദ്യം കണ്ടുപിടിക്കുക.
അതിനെ മൂന്ന് എത്ര വർഷമാണോ തന്നിട്ടുള്ളത് ആ വർഷം കൊണ്ട് ഗുണിച്ചാൽ നിക്ഷേപിച്ച പലിശ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും അല്ലേ. അപ്പോൾ 4000 × 5/100 = 200 ആണ്. അപ്പോൾ അത് 3 വർഷം നിക്ഷേപിച്ചാൽ പലിശയാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ 200 × 3 = 600. പ്രൊജക്ട് ടൈഗറുമായി ബന്ധപ്പെട്ട് താഴെ കൊടുത്തിരിക്കുന്നതിൽ ശരിയായത് തിരഞ്ഞെടുക്കുക. 3 പ്രസ്താവനകളാണ് താഴെ കൊടുത്തിട്ടുള്ളത് അല്ലെ. അതിൻ്റെ അകത്ത് പ്രൊജക്ട് ടൈഗറുമായി ബന്ധപ്പെട്ട് ഈ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏതാണെന്ന് തെരഞ്ഞെടുത്ത് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. താഴെ 4 ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ അകത്ത് ശരിയായത് കണ്ടുപിടിക്കുക. അപ്പൊ നമുക്ക് ആദ്യം പ്രസ്താവന നോക്കാം. ഒന്നാമത്തെ പ്രസ്താവന, ദേശീയ തലത്തിൽ കടുവകളുടെ സംരക്ഷണത്തിനായി 1972 പ്രൊജക്ട് ടൈഗർ ആരംഭിക്കുന്നത്. 2, കേരളത്തിലെ 2 കടുവാ സങ്കേതങ്ങളാണ് പെരിയാറും വയനാടും. 3, ദേശീയ കടുവാ സംരക്ഷണ അതോറിറ്റിയുടെ അധ്യക്ഷൻ കേന്ദ്രം വനം പരിസ്ഥിതി വകുപ്പ് മന്ത്രിയാണ്. ഓപ്ഷൻ എ, ബി, സി, ഡി ഏതാണ് കറക്റ്റ് ആൻസർ? ഒന്ന് ആലോചിച്ച് നോക്കി, ഏതാണ് കറക്റ്റ് ആൻസർ എന്ന് കണ്ടുപിടിച്ചോ? ഏതാണ്? ഓപ്ഷൻ സി ആണല്ലേ, മൂന്നാമത്തേത് മാത്രമാണ് അല്ലെ. ഏതാണ്? ദേശീയ കടുവാ സംരക്ഷണ അതോറിറ്റിയുടെ അധ്യക്ഷൻ കേന്ദ്രം വനം പരിസ്ഥിതി വകുപ്പ് മന്ത്രിയാണ്. അപ്പോൾ മൂന്നാമത്തെ മാത്രമാണ് ശരിയായത്. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ചോദ്യം, ഒരു പ്രദേശം ദേശീയോദ്യാനമായി പ്രഖ്യാപിക്കുന്നത് ഏത് നിയമത്തിലെ വ്യവസ്ഥകൾ പ്രകാരമാണ്? ഒരു പ്രദേശം ദേശീയോദ്യാനമായി പ്രഖ്യാപിക്കുന്നത് ഏത് നിയമത്തിലെ വ്യവസ്ഥകൾ പ്രകാരമാണ്? 4 ഓപ്ഷൻ ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? ഒന്ന് ആലോചിച്ച് നോക്കി, ഏതാണ്? ഓപ്ഷൻ ഡി ആണല്ലേ, വന്യജീവി സംരക്ഷണ നിയമം. വന്യജീവി സംരക്ഷണ നിയമപ്രകാരമാണ് ദേശീയോദ്യാനമായി പ്രഖ്യാപിക്കുന്നത്. അടുത്ത ചോദ്യം, എലിഫന്റ് റിസർവുമായി ബന്ധപ്പെട്ട് ശരിയായ വസ്തുതകൾ തിരഞ്ഞെടുക്കുക. 3 പ്രസ്താവനകൾ താഴെ കൊടുത്തിട്ടുണ്ട് അല്ലെ. അതിൻ്റെ അകത്ത് എലിഫന്റ് റിസർവുമായി ബന്ധപ്പെട്ട് ശരിയായ വസ്തുതകൾ തിരഞ്ഞെടുക്കുക എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഒന്നാമത്തെ നോക്കാം. കേരളത്തിലെ ആകെ 6 എലിഫന്റ് റിസർവുകളാണ് നിലവിലുള്ളത്. 2, ഏറ്റവും കൂടുതൽ വിസ്തീർണമുള്ള എലിഫന്റ് റിസർവ് ആനമുടിയാണ്. 3, നിലമ്പൂർ എലിഫന്റ് റിസർവിന്റെ ഭൂപ്രദേശം മലപ്പുറം, കോഴിക്കോട്, വയനാട്, പാലക്കാട് എന്നീ റവന്യൂ ജില്ലകളിൽ വ്യാപിച്ചു കിടക്കുന്നു. അപ്പോൾ ഓപ്ഷൻ എ, ബി, സി, ഡി ഏതാണ് ശരി ഉത്തരം? ഒന്ന് ആലോചിച്ച് നോക്കിയേ. എലിഫന്റ് റിസർവുമായി ബന്ധപ്പെട്ട ശരിയായ വസ്തുതകൾ ഏതൊക്കെയാണെന്ന് തിരഞ്ഞെടുക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഓപ്ഷൻ എ, ബി, സി, ഡി ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ എ ആണ്. രണ്ടാമത്തേതും മൂന്നാമത്തേതുമാണ് ശരിയായിട്ടുള്ള വസ്തുതകൾ. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ചോദ്യം, ഇന്ത്യയിലെ ആദ്യത്തെ ജൈവ മണ്ഡല റിസർവ് ഏതാണ്? ഇന്ത്യയിലെ ആദ്യത്തെ ജൈവ മണ്ഡല റിസർവ് ഏതാണ്? 4 ഓപ്ഷൻ ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? ഏതാണ്? ഓപ്ഷൻ എ ആണല്ലേ, നീലഗിരി ആണല്ലേ. ഇന്ത്യയിലെ ആദ്യത്തെ ജൈവ മണ്ഡല റിസർവ് നീലഗിരി. അടുത്ത ചോദ്യം, ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വനാവരണം ഉള്ള സംസ്ഥാനം ഏതാണ്? ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വനാവരണമുള്ള സംസ്ഥാനം ഏതാണ്? 4 ഓപ്ഷൻ ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ വനാവരണമുള്ള സംസ്ഥാനം ഏതാണ്? ഏതാണ്? ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ അല്ലേ, മധ്യപ്രദേശ്. മധ്യപ്രദേശ് ആണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വനാവരണമുള്ള സംസ്ഥാനം. അടുത്ത ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്നതിൽ ആഗോള താപനത്തിന്റെ സൂചകങ്ങൾ ഏതാണ്? 3 എണ്ണം താഴെ കൊടുത്തിട്ടുണ്ട് അല്ലെ. അതിന്റെ അകത്ത് ആഗോള താപനത്തിന്റെ സൂചകങ്ങൾ ഏതാണെന്ന് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. 1, സമുദ്രനിരപ്പ് ഉയരുന്നത്. 2, ആവാസ വ്യവസ്ഥയിലെ മാറ്റങ്ങൾ. 3, ഐസ് ഘടനയിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ. ഇതില് ഈ 3 സൂചകങ്ങൾ തന്നിട്ടുണ്ട്. അതിന്റെ അകത്ത് ഏതാണ് ആഗോള താപനത്തിന്റെ സൂചകങ്ങൾ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻ എ, ബി, സി, ഡി ഏതാണ് ശരി ഉത്തരം? ഒന്ന് ആലോചിച്ച് നോക്കി, ഏതാണ്? കണ്ടുപിടിച്ചോ? ഏതാണ്? ഓപ്ഷൻ ഡി ആണല്ലേ. 1, 2, 3 ആഗോള താപനത്തിന്റെ സൂചകങ്ങളാണ്. അപ്പോൾ 3 ശരിയാണ്. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ചോദ്യം, കരിമ്പുഴ വന്യജീവി സങ്കേതത്തെ കുറിച്ച് ശരിയായ പ്രസ്താവന തെരഞ്ഞെടുത്ത് എഴുതുക. അതായത് 3 പ്രസ്താവനകൾ താഴെ കൊടുത്തിട്ടുണ്ടല്ലേ. അതിന്റെ അകത്ത് ഈ കരിമ്പുഴ വന്യജീവി സങ്കേതത്തെ കുറിച്ചുള്ള ശരിയായ പ്രസ്താവനയാണ് ചോദിച്ചിട്ടുള്ളത്. പ്രസ്താവന 1 നമുക്ക് നോക്കാം. കേരള വനം നിയമത്തിലെ പ്രത്യേക അധികാരം ഉപയോഗിച്ചാണ് സർക്കാർ വന്യജീവി സങ്കേതമായി വിജ്ഞാപനം ചെയ്തത്. 2, ചോല നായ്ക്കന്മാർ താമസിക്കുന്ന മാഞ്ചേരി കോളനി വന്യജീവി സങ്കേത പരിധിയിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. 3, മലപ്പുറം ജില്ലയിലെ ന്യൂ അമരമ്പലം സംരക്ഷിത വനത്തിന്റെ ഭാഗങ്ങൾ വന്യജീവി സങ്കേതത്തിൽ ഉൾപ്പെട്ടിരുന്നു.
ഓപ്ഷൻ എ ബി സി ഡി ഏതാണ് ശരി ഉത്തരം? ഒന്ന് ആലോചിച്ച് നോക്കിയേ. കരിമ്പുഴ വന്യജീവി സങ്കേതത്തെ കുറിച്ച് താഴെ പറഞ്ഞിരിക്കുന്ന 3 പ്രസ്താവനകളിൽ ഏതൊക്കെയാണ് ശരിയായിട്ടുള്ളത്? ഓപ്ഷൻ എ ബി സി ഡി കണ്ടുപിടിച്ചോ? ഏതാണ്? ഓപ്ഷൻ സി ആണല്ലേ. രണ്ടാമത്തെയും മൂന്നാമത്തെയും പ്രസ്താവന മാത്രമാണ് ശരിയായിട്ടുള്ളത്. ഓർത്തിരിക്കുക കേട്ടോ. അടുത്ത ചോദ്യം, ഡോണ്ട് ബൈ ട്രബിൾ എന്നത് ഏത് സംഘടനയുടെ നേതൃത്വത്തിലുള്ള പ്രചാരണ പരിപാടിയാണ്? ഡോണ്ട് ബൈ ട്രബിൾ എന്നത് ഏത് സംഘടനയുടെ നേതൃത്വത്തിലുള്ള പ്രചാരണ പരിപാടിയാണ്? എല്ലാവർക്കും അറിയാവുന്നതാണല്ലേ. ഏതാണ്? ട്രാഫിക്കിന്റെ എന്ന സംഘടനയുടെ നേതൃത്വത്തിലുള്ള പ്രചാരണ പരിപാടിയാണ്. TRAFFIC ട്രാഫിക്കിന്റെ എന്ന സംഘടനയുടെ നേതൃത്വത്തിലുള്ള പ്രചാരണ പരിപാടിയാണ്. അടുത്ത ചോദ്യം, IUCN വർഗീകരണം അനുസരിച്ച് സഹ്യപർവ്വത വനങ്ങളിൽ ഗുരുതര വംശനാശ ഭീഷണി ക്രിട്ടിക്കലി എൻഡാർജേഡ് നേരിടുന്ന വിഭാഗത്തിൽപ്പെട്ട ജീവി ഏതാണ്? IUCN വർഗീകരണം അനുസരിച്ച് സഹ്യപർവ്വത വനങ്ങളിൽ ഗുരുതര വംശനാശ ഭീഷണി നേരിടുന്ന വിഭാഗത്തിൽപ്പെട്ട ജീവി ഏതാണ്? 1 മലബാർ വെരുക്, 2 സിംഹാലൻ കുരങ്ങ്, 3 വരയാട്. ഏതൊക്കെയാണ് വിഭാഗത്തിൽപ്പെട്ട ജീവികൾ? ഈ പറഞ്ഞിരിക്കുന്ന 3 ഏതൊക്കെയാണ്? ഓപ്ഷൻ എ ബി സി ഡി ഏതാണ് കറക്റ്റ് ആൻസർ? ഒന്ന് ആലോചിച്ച് നോക്കി. ഏതാണ്? ഓപ്ഷൻ എ ആണല്ലേ. ഒന്നാമത്തേത് മാത്രമാണ്. ഏതാണ്? മലബാർ വെരുക്. മലബാർ വെരുക്. അടുത്ത ചോദ്യം, കമ്മ്യൂണിറ്റി റിസർച്ച് കമ്മ്യൂണിറ്റി റിസർവ് സംബന്ധിച്ച് ശരിയായവ തിരഞ്ഞെടുക്കുക. 3 പ്രസ്താവനകൾ താഴെ കൊടുത്തിട്ടുണ്ട് അല്ലേ. അതിൻ്റെ അകത്ത് കമ്മ്യൂണിറ്റി റിസർവ് സംബന്ധിച്ച് ശരിയായവ തിരഞ്ഞെടുക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. 1 കടലുണ്ടി വള്ളിക്കുന്ന് ആണ് കേരളത്തിലെ ആദ്യത്തെ കമ്മ്യൂണിറ്റി റിസർവ്. 2 വന്യജീവി സംരക്ഷണ നിയമത്തിലെ വ്യവസ്ഥകൾ അനുസരിച്ചാണ് കമ്മ്യൂണിറ്റി റിസർവ് രൂപീകരിക്കുന്നത്. 3 കടലുണ്ടി വള്ളിക്കുന്ന് റിസർവിന്റെ വിസ്തീർണം 1.5 ചതുരശ്ര കിലോമീറ്റർ ആണ്. ഓപ്ഷൻ എ ബി സി ഡി ഏതാണ് ശരി ഉത്തരം? ഒന്ന് ആലോചിച്ച് നോക്കി. ഏതാണ് ശരി ഉത്തരം എന്ന് കണ്ടുപിടിച്ചോ? ഏതാണ്? ഓപ്ഷൻ ഡി ആണല്ലേ. ഒന്നാമത്തേതും രണ്ടാമത്തേതും മൂന്നാമത്തേതും കമ്മ്യൂണിറ്റി റിസർവ് സംബന്ധിച്ച് ശരിയായിട്ടുള്ള പ്രസ്താവനകളാണ്. 3 പ്രസ്താവനകളും ശരിയായിട്ടുള്ളതാണ്. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്ന ദിനാചരണങ്ങൾ ശരിയായ രീതിയിൽ ചേരുംപടി ചേർക്കാമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതായത് താഴെ 4 ചേരുംപടി ചേർക്കാനുള്ള കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. എ സൈഡിൽ ദിവസം മാസവും ഓരോ ദിവസത്തിലെ മാസങ്ങളും, അതുപോലെ തന്നെ വല സൈഡിൽ അതിൻ്റെ അതുമായിട്ട് ബന്ധപ്പെട്ട ദിനാചരണങ്ങളുമാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഓരോന്നും അങ്ങോട്ടും ഇങ്ങോട്ടും ചേരുന്ന ഓരോന്നുമായിട്ട് ബന്ധപ്പെട്ട ദിനാചരണങ്ങളുമായിട്ട് ബന്ധപ്പെട്ട തീയതികൾ ഏതൊക്കെയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. നമുക്ക് ചേരുംപടി ചേർക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ജനുവരി 5, ഏപ്രിൽ 22, സെപ്റ്റംബർ 16, മെയ് 22. ഇടത് സൈഡിലും വലത് സൈഡിലും അന്താരാഷ്ട്ര ഓസോ ദിനം, ദേശീയ പക്ഷിയ ദിനം, അന്താരാഷ്ട്ര വൈവിധ്യ ദിനം, ഭൗമദിനം. ഇതിൻ്റെ അകത്ത് ചേരുംപടി ചേർക്കുമ്പോൾ ഓരോന്നിനും ചേരുന്നത് ഓരോ തീയതികൾ ഏതൊക്കെയാണെന്ന് കൃത്യമായിട്ട് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഏതൊക്കെയാണെന്ന് കണ്ടുപിടിച്ചോ? നമുക്ക് നോക്കാം എങ്ങനെയാണെന്ന്. 1 ജനുവരി 5 എങ്ങനെയാണ്? ജനുവരി 5ന്റെ ആരോ എങ്ങനെയാണ് വന്നേക്കുന്നത്? ബിയിലാണ് അല്ലേ. ദേശീയ പക്ഷി ദിനം. ഏപ്രിൽ 22 ആരോ എങ്ങോട്ടാണെന്ന് നോക്കിയേ? താഴെ ഡിയിലേക്കാണ് അല്ലേ. ഭൗമദിനം. സെപ്റ്റംബർ 16ന്റെ ആരോ നോക്കി എങ്ങോട്ടാണ്? അന്താരാഷ്ട്ര ഓസോൺ ദിനം. മെയ് 22ന്റെ ആരോ എങ്ങനെയാണ്? അന്താരാഷ്ട്ര ജൈവ വൈവിധ്യ ദിനം. അപ്പോൾ ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. അപ്പോൾ അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കാം അല്ലേ. അടുത്ത താഴെ കൊടുത്തിരിക്കുന്ന നിയമങ്ങളുണ്ട്. അവ നടപ്പിലാക്കിയ വർഷങ്ങളുമാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഒരു സൈഡ് നിയമങ്ങളാണ്, മറു സൈഡ് വർഷങ്ങളാണ്. അപ്പോൾ അത് തമ്മിൽ ചേരുംപടി ചേർത്ത് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. നിയമങ്ങൾ ഏതാണ്? ഇന്ത്യൻ വന നിയമം, വന്യജീവി സംരക്ഷണ നിയമം, കേരള വന നിയമം, ഫോറസ്റ്റ് കൺസർവേഷൻ ആക്ട്. മറു സൈഡ് വർഷം 1961, 1927, 1980, 1972. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് ചേരുംപടി ഒന്ന് ചേർത്ത് നോക്കിയേ. ഏതാണ് ഏത് വർഷമാണ്? ഓപ്ഷൻ എ ബി സി ഡി ഒന്ന് നമുക്ക് ചേർത്ത് നോക്കിയാലോ. ഏതാണ്? നമുക്ക് ആണ്ടോ ആരോ കൊടുത്തിട്ടുണ്ട്. ഇന്ത്യൻ വന നിയമം ആരോ എങ്ങോട്ടാണ് വന്നേക്കുന്നത്? ഡിയിലേക്കാണ് അല്ലേ. 1922. വന്യജീവി സംരക്ഷണ നിയമം ആരോ എങ്ങോട്ടാണ്? വന്യജീവി സംരക്ഷണ നിയമം ആരോ എങ്ങോട്ടാണ്? വന്യജീവി സംരക്ഷണ നിയമത്തിന്റെ ആരോ എങ്ങോട്ടാണ്? ഡിയിലേക്കാണ് അല്ലേ. ഏതാണ്? 1972. ഇന്ത്യൻ വന നിയമം ഏതാണ്? ആരോ എങ്ങോട്ടാണ് വന്നേക്കുന്നത്? 1927. ആദ്യത്തെ ഒന്നുകൂടെ പറയാണ്. ഇന്ത്യൻ വന നിയമം ആരോ വന്നേക്കുന്നത്? 1927ലാണ്. വന്യജീവി സംരക്ഷണ നിയമം ആരോ വന്നേക്കുന്നത്? 1972ലാണ്.
കേരള വന നിയമം ആരോ വന്നേക്കുന്നത് 1961 ഫോറസ്റ്റ് കൺസർവേഷൻ ആക്ട് ആരോ വന്നേക്കുന്നത് 1980 അപ്പോൾ ഏതാണ് കറക്റ്റ് ആൻസർ? ഓപ്ഷൻ എ ആണല്ലേ കറക്റ്റ് ആൻസർ. ഓപ്ഷൻ എ. ഒരിക്കൽ കൂടി പറയാം. ഇന്ത്യൻ വന നിയമം ഏതാണ് വർഷം? 1927. വന്യജീവി സംരക്ഷണ നിയമം 1972. കേരള വന നിയമം 1961. ഫോറസ്റ്റ് കൺസർവേഷൻ ആക്ട് 1980. ആരോ നോക്കിയാൽ കൃത്യമായിട്ട് മനസ്സിലാക്കാം. നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഞാൻ ആരോ ഇട്ടേക്കുന്നത്. മനസ്സിലായല്ലോ? ആദ്യം ഒന്ന് പറഞ്ഞപ്പം ഇന്ത്യൻ വന നിയമത്തിന് ഒന്ന് തെറ്റിപ്പോയായിരുന്നു, അതുകൊണ്ടാണ് ഒരിക്കൽ കൂടി എടുത്തെടുത്ത് പറഞ്ഞത്. അടുത്ത്, കേരളത്തിലെ ആദ്യത്തെ റിസർവ് വനം ഏതാണ്? കേരളത്തിലെ ആദ്യത്തെ റിസർവ് വനം ഏതാണ്? 4 ഓപ്ഷൻ ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? ഏതാണ്? കോന്നി ആണല്ലേ. കേരളത്തിലെ ആദ്യത്തെ റിസർവ് വനം ഏതാണ്? കോന്നി. അടുത്ത ചോദ്യം, ഓപ്പറേഷൻ തണ്ടർ 2023 നടത്തിയത് എന്തിനു വേണ്ടിയായിരുന്നു? ആർക്കൊക്കെ അറിയാം ഓപ്പറേഷൻ തണ്ടർ 2023 നടത്തിയത് എന്തിനു വേണ്ടിയായിരുന്നെന്ന്? അറിയാവുന്നവരൊന്ന് കണ്ടുപിടിച്ചോ? ഓപ്പറേഷൻ തണ്ടർ 2023 നടത്തിയത് എന്തിനു വേണ്ടിയായിരുന്നു? അന്താരാഷ്ട്ര തലത്തിലുള്ള വന്യജീവി കള്ളക്കടത്ത് കണ്ടെത്തി നടപടി സ്വീകരിക്കുന്നതിന് വേണ്ടിയായിരുന്നു ഓപ്പറേഷൻ തണ്ടർ 2023 നടത്തിയത്. അടുത്ത ചോദ്യം, ലോക പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് താഴെ പറയുന്നവയിൽ ശരിയായവ തിരഞ്ഞെടുക്കുക. 4 ഓപ്ഷൻസ് താഴെ കൊടുത്തിട്ടുണ്ടല്ലേ. അതിൻ്റെ അകത്ത് ലോക പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് താഴെ പറയുന്നവയിൽ ശരിയായവ തിരഞ്ഞെടുക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഒന്ന് ആലോചിച്ച് നോക്കി, ഏതാണ് ശരിയായിട്ടുള്ളതെന്ന് കണ്ടുപിടിച്ചോ? ഏതൊക്കെയാണ് ശരിയായിട്ടുള്ളത്? എല്ലാം ശരിയായിട്ടുള്ളതാണല്ലേ. എന്താണ്? UNEP-യുടെ പ്രഖ്യാപനം അനുസരിച്ച് 2024 ലോക പരിസ്ഥിതി സമ്മേളനത്തിന് ആതിഥ്യം വഹിച്ചത് സൗദി അറേബ്യയാണ്. 2021 മുതൽ 2030 വരെ UNEP പരിസ്ഥിതി പുനഃസ്ഥാപന ദശാബ്ദമായി ആചരിക്കുന്നു. 1922 UN ജനറൽ അസംബ്ലി സമ്മേളനമാണ് ജൂൺ 25-ന് 5 പരിസ്ഥിതി ദിനമായി ആചരിക്കുവാൻ തീരുമാനിച്ചത്. അപ്പോൾ എല്ലാം ശരിയാണല്ലേ. അടുത്ത ചോദ്യം, താഴെ പറയുന്നതിൽ പ്രൊജക്ട് എലിഫന്റ് രൂപീകരിച്ചതിന്റെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ ഏതാണെന്ന് കണ്ടെത്തുക. 3 പ്രസ്താവനകൾ താഴെ കൊടുത്തിട്ടുണ്ടല്ലേ. അതിൻ്റെ അകത്ത് പ്രൊജക്ട് എലിഫന്റ് രൂപീകരിച്ചതിന്റെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ ഏതാണെന്ന് കണ്ടെത്താനാണ് പറഞ്ഞിട്ടുള്ളത്. 1, കാട്ടാനകളുടെയും അവയുടെ ആവാസ വ്യവസ്ഥയും ഇടനാഴികളും സംരക്ഷിക്കുക. 2, മനുഷ്യ വന്യ മൃഗ സംഘർഷം മൂലമുണ്ടാകുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കുക. 3, നാട്ടാനുകളുടെ ക്ഷേമം ഉറപ്പാക്കുക. അപ്പോൾ ഈ 3 പ്രസ്താവനകളിൽ ഉദ്ദേശ ലക്ഷ്യങ്ങൾ ഏതാണെന്നാണ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഓപ്ഷൻ എ, ബി, സി, ഡി ഏതാണ് ശരി ഉത്തരം? ഒന്ന് ആലോചിച്ച് നോക്കി, ഏതാണ് ശരി ഉത്തരം എന്ന്. ഓപ്ഷൻ ഡി ആണല്ലേ. 3 എണ്ണവും ഈ പ്രൊജക്ട് എലിഫന്റ് രൂപീകരിച്ചതിന്റെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ തന്നെയാണ്. അടുത്ത ചോദ്യം, റെഡ് ഡേറ്റ ബുക്കില് കറുത്ത നിറത്തിലുള്ള കോഡ് നൽകിയിരിക്കുന്നത് ഏതുതരം ജീവികളെ സൂചിപ്പിക്കുവാനാണ്? റെഡ് ഡേറ്റ ബുക്കില് കറുത്ത നിറത്തിലുള്ള കോഡ് നൽകിയിരിക്കുന്നത് ഏതുതരം ജീവികളെ സൂചിപ്പിക്കുവാനാണ്? ഏതുതരം ജീവികളെ സൂചിപ്പിക്കാനാണ്? വംശനാശം സംഭവിച്ച ജീവികളെ സൂചിപ്പിക്കുവാനാണ്. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ചോദ്യം, വൈൽഡ് ലൈഫ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം എവിടെയാണ്? വൈൽഡ് ലൈഫ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം എവിടെയാണ്? എല്ലാവർക്കും അറിയാവുന്നതാണ് അല്ലേ. എവിടെയാണ്? ഡെറാഡൂണിലാണല്ലേ. വൈൽഡ് ലൈഫ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം എവിടെയാണ്? ഡെറാഡൂൺ. ജീവനക്കാരുടെ സെൻസിറ്റീവ് ആയ വ്യക്തിഗത വിവരങ്ങൾ കൈകാര്യം ചെയ്തിരുന്ന ഒരു കോർപ്പറേറ്റ് സ്ഥാപനം ആ വിവരങ്ങൾ കൈകാര്യം ചെയ്യുന്നതിൽ അശ്രദ്ധ കാണിച്ചു. അതുവഴി ജീവനക്കാർക്ക് നഷ്ടം സംഭവിച്ചു. ഡേറ്റ സംരക്ഷിക്കുന്നതിൽ പരാജയപ്പെട്ടതിന് ജീവനക്കാർക്ക് ആ സ്ഥാപനത്തിൽ നിന്ന് നഷ്ടപരിഹാരം ആവശ്യപ്പെടാൻ കഴിയുമോ? ചോദ്യം ശരിക്കും കേൾക്കണം. ജീവനക്കാരുടെ സെൻസിറ്റീവായ വ്യക്തിഗത വിവരങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഒരു കോർപ്പറേറ്റ് സ്ഥാപനം ആ വിവരങ്ങൾ കൈകാര്യം ചെയ്യുന്നതിൽ അശ്രദ്ധ കാണിക്കുകയും അതുവഴി ജീവനക്കാർക്ക് നഷ്ടം സംഭവിക്കുകയും ചെയ്തു. ഡേറ്റ സംരക്ഷിക്കുന്നതിൽ പരാജയപ്പെട്ടതിന് ജീവനക്കാർക്ക് ആ സ്ഥാപനത്തിൽ നിന്ന് നഷ്ടപരിഹാരം ആവശ്യപ്പെടാൻ കഴിയുമോ? 4 ഓപ്ഷൻ ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? ഏതാണ്? എല്ലാവർക്കും അറിയാമല്ലേ. അറിയാവോ? ഏതാണ്? ഓപ്ഷൻ സി ആണല്ലേ. അതെ, നമുക്ക് നഷ്ടപരിഹാരം ആവശ്യപ്പെടാൻ കഴിയും. സെക്ഷൻ 43A ഇൻഫർമേഷൻ ടെക്നോളജി ആക്ട് പ്രകാരം നഷ്ടപരിഹാരം നൽകാൻ ബോഡി കോർപ്പറേറ്റ് ബാധ്യസ്ഥനുമാണ്. അടുത്ത ചോദ്യം, ഇൻഫർമേഷൻ ടെക്നോളജി ആക്ടുമായി ബന്ധപ്പെട്ട് ഇനി പറയുന്നവയിൽ പൊരുത്തപ്പെടുത്തുക. ഒരു സൈഡില് സെക്ഷനും മറു സൈഡില് അതിന്റെ വിവരണങ്ങളുമാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അത് ഇൻഫർമേഷൻ ടെക്നോളജി ആക്ടുമായിട്ട് ബന്ധപ്പെട്ടവയാണ്. അപ്പോൾ അത് അങ്ങോട്ടും ഇങ്ങോട്ടും ചേരുംപടി ചേർക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഒരു സൈഡില് സെക്ഷൻ ആണ്, സെക്ഷൻ 66C, സെക്ഷൻ 66E, സെക്ഷൻ 66F. മറു സൈഡില് ഐഡന്റിറ്റി മോഷണത്തിനുള്ള ശിക്ഷ, സൈബർ ഭീകരതയ്ക്കുള്ള ശിക്ഷ, സ്വകാര്യത ലംഘിക്കുന്നതിനുള്ള ശിക്ഷ. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഒന്നാമത്തെ മാത്രം അതുമായിട്ട് ബന്ധപ്പെട്ട് തന്നെയാണ് നേരെ കൊടുത്തേക്കുന്നത് അല്ലെ. ഏതാണ്? 66C തന്നെയാണ് ഐഡന്റിറ്റി മോഷണത്തിനുള്ള
ശിക്ഷ. അടുത്ത് 66F ഏതാണ്? സ്വകാര്യത ലംഘിക്കുന്നതിനുള്ള ശിക്ഷയാണ്. 66E സ്വകാര്യത ലംഘിക്കുന്നതിനുള്ള ശിക്ഷയാണ്. 66F എന്താണ്? സൈബർ ഭീകരതയ്ക്കുള്ള ശിക്ഷയാണ്. അതായത് സെക്ഷൻ 66C അതിനോട് നേരെയുള്ളത് തന്നെ ഐഡന്റിറ്റി മോഷണത്തിലുള്ള ശിക്ഷ തന്നെയാണ്. കറക്റ്റ് ആയിട്ട് ഇതാണ്ടോ, ആരോ നേരെ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ഐഡന്റിറ്റി മോഷണത്തിലുള്ള ശിക്ഷയാണ് കറക്റ്റ് ആൻസർ. സെക്ഷൻ 66E താഴെ ഏതാ വരുന്നേക്കുന്നത്? മൂന്നാമത്തെയാണ്, സ്വകാര്യത ലംഘിക്കുന്നതിനുള്ള ശിക്ഷയാണ്. സെക്ഷൻ 66F സൈബർ ഭീകരതയ്ക്കുള്ള ശിക്ഷയാണ്, രണ്ടാമത്തേതാണ്. അപ്പോൾ ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. അപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഒരിക്കൽ കൂടി നിർത്തട്ടെ. നന്ദി, നമസ്കാരം.